പുതിയ ഏരിയ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ പേര് ഇക്കോളജി എന്ന് പറഞ്ഞൊരു ഏരിയ. ഇക്കോളജി എന്ന് പറയുന്നത് ഒരു രണ്ടാമത്തെ യൂണിറ്റാണ്. അന്നേരം പഠിച്ചതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് പുതിയൊരു ഏരിയ, പുതിയ കുറെ കാര്യങ്ങളൊക്കെയാണ്. അത് ഒരു കഥ വായിക്കുന്ന പോലെ വായിച്ച് മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സിസ്റ്റമാറ്റിക് ആണ്. അത് പഠിച്ചതിന് പോകണം. കാരണം അതിന്റെ ചോദ്യങ്ങൾ അതുപോലെ ഉണ്ട്. ഇതുവരെ പഠിച്ച ചാപ്റ്റർ എന്തെല്ലാം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം ഈ ചാപ്റ്റർ പോകും. ഓക്കെ, അതുകൊണ്ട് അതുപോലെ തന്നെ പഠിച്ചു പോകണം. ഒരു വിട്ടുവീഴ്ചയും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് പഠിക്കാനുള്ളത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നൊരു ചാപ്റ്റർ. ഇക്കോളജി എന്നൊരു പൊതു ഏരിയയിലേക്ക് നമുക്ക് കടന്നു. സോ ചാപ്റ്റർ പേര് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നാണ്. നിങ്ങൾ കേട്ട രണ്ട് വാക്കുകളാണ്. ഒന്ന് ഓർഗാനിസം ജീവി എന്നാണ്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈച്ച ഒരു ഓർഗാനിസമാണ്, മനുഷ്യന്റെ ഓർഗാനിസമാണ്. ജീവജാലങ്ങളെയാണ് ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. കോശങ്ങളിലുള്ള ജീവനുള്ള ഘടകങ്ങളെ ഓർഗനൽസ് എന്ന് വിളിക്കും. അത് കോശാംഗമാണ്. ഇത് ജീവജാലങ്ങളെയാണ് ഓർഗാനിസം. പ്ലാന്റും അനിമൽസ് എല്ലാം ഓർഗാനിസംസ് ആണ്, ലിവിങ് ഓർഗാനിസംസ് ആണ്. അതും പോപ്പുലേഷൻ കേട്ടിട്ടുണ്ട്. ജനസംഖ്യയെ ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്കാണല്ലേ പോപ്പുലേഷൻ. ഇവിടെ ജനസംഖ്യ അർത്ഥത്തിലല്ല പോപ്പുലേഷൻ ഉള്ളത്, വേറൊരു മീനിങ് ആണ്. നമ്മൾ പോകെ പഠിക്കും എന്താണ് പോപ്പുലേഷൻ പഠിക്കും. അപ്പോൾ ആദ്യം പഠിക്കുക എന്താണ് ഇക്കോളജി എന്താണ്. ഇക്കോളജി അതുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇക്കോസിസ്റ്റം. അപ്പൊ നോക്കും, ഇക്കോസിസ്റ്റത്തെ കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി എന്ന് പറയാം, അല്ലെ? ഇക്കോസിസ്റ്റത്തെ കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഇക്കോസിസ്റ്റം എന്ന് വെച്ചാൽ പരിസ്ഥിതി. ഇക്കോളജി പരിസ്ഥിതി പഠനം എന്നാണ്. അപ്പൊ എന്താണ് ആവശ്യം? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആൻഡ് എമംഗ് ഓർഗാനിസം. ഇറ്റ്സ് എ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ, സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആൻഡ് എമംഗ് ഓർഗാനിസംസ്. അപ്പൊ ജീവജാലങ്ങൾ അവയ്ക്കുള്ളിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അല്ലെ? ഇപ്പോ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു. ആ ഇന്ററാക്ഷൻ കൂടാതെ അവ അന്തരീക്ഷവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ജീവജാലങ്ങളും അജീവിയ ഘടകങ്ങളും തമ്മിൽ ഇന്ററാക്ഷൻ. സോ ഇറ്റ് ഈസ് എ ഇന്ററാക്ഷൻ, സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബയോട്ടിക് കമ്പോണന്റ് ആൻഡ് അബയോട്ടിക് കമ്പോണന്റ്. ഒരു ഇക്കോസിസ്റ്റത്തിൽ, ഒരു ഇക്കോളജി എന്ന് പറയാവുന്ന ഇക്കോസിസ്റ്റത്തിൽ രണ്ട് കമ്പോണൻസ് ആണ്, ലിവിങ് കമ്പോണന്റും നോൺ ലിവിങ് കമ്പോണന്റും. ബയോട്ടിക് കമ്പോണന്റും ഫിസിക്കൽ കമ്പോണന്റും, ഭൗതിക ഘടകവും ജൈവിക ഘടകവും. ഞാൻ മലയാളം പറയാം. ഇത് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഉണ്ട്. ഈ ജൈവിക ഘടകങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അതുമുണ്ട്. അജീവിക ഘടകങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അതുമുണ്ട്. ഇതിനെല്ലാം ചേർത്തുള്ള പഠനത്തെ വിളിക്കുന്നവരാണ് ഇക്കോളജി. അപ്പൊ ഇക്കോളജി കൊണ്ട് എന്തെല്ലാം പഠിക്കും? ജീവജാലങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും. ജീവജാലങ്ങളും അജീവിയ ഘടകങ്ങളും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു പഠനമാണത് ഇക്കോളജി. അപ്പൊ ഇത് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ഓർഗാനിസം ആൻഡ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് അബയോട്ടിക് കമ്പോണന്റ്. ഇപ്പൊ പറഞ്ഞത് ശരിയായ ജീവജാലങ്ങൾ പരസ്പരമുള്ള ഇന്ററാക്ഷനെ കുറിച്ചും ജീവജാലങ്ങളും അജീവിയ ഘടകങ്ങളും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ചും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇക്കോളജി. ഇപ്പൊ ക്ലിയർ ആയാലും ഞാൻ ഇംഗ്ലീഷിലേക്ക് വരാം. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഇത് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ഓർഗാനിസം ആൻഡ് ബിറ്റ്വീൻ ഓർഗാനിസം. അതായത് ജീവജാലങ്ങൾക്ക് ഉള്ളിൽ തന്നെ, അതായത് ഇപ്പം ഓർഗാനിസം എന്ന് പറയുന്നത് പോപ്പുലേഷൻ രണ്ടാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കാം. ഓർഗാനിസംസ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിൽ ഉള്ള പൂച്ചകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു, പൂച്ചകളും പട്ടികളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു, അല്ലേ? ഈ പൂച്ചയും പട്ടിയും തന്നെ അവിടെയുള്ള അജീവിയ ഘടകങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളെ തന്നെ എക്സാമ്പിൾ, നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്, നിങ്ങൾ കുട്ടികൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, സംസാരിക്കുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെ? നിങ്ങളുടെ മുറിയിലിരിക്കുന്ന അജീവിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ചുറ്റുള്ള അജീവിയ ഘടകങ്ങൾ, ഒന്ന് വായു, മറ്റൊന്ന് ക്ലീനർ അഥവാ ജലസാന്ദ്രത, ചൂട്, കാറ്റ്, തണുപ്പ്, മണ്ണ്, അല്ലെ? അന്തരീക്ഷം മർദ്ദം, ഇതെല്ലാം അവിടെയുള്ള അജീവിയ ഘടകങ്ങളാണ്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന അജീവിയ ഘടകം തടി, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഉണ്ട്. നിങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജനെ വലിച്ചെടുക്കുന്നു, തിരിച്ചെടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നു. സോ ദർ ഈസ് ഇന്ററാക്ഷൻ. അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ ശരീരത്തിൽ ചൂടിനെ പ്രവഹിപ്പിക്കുന്നു, അപ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നു. അപ്പൊ ഇങ്ങനെയെല്ലാം നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാം. ചൂടിനെ കൂട്ടുന്നു, കാർബൺ ഡയോക്സൈഡ് കൂട്ടുന്നു, ഓക്സിജനെ കുറയ്ക്കുന്നു, അതുപോലെ ജലത്തെ കുടിച്ചെടുക്കുന്നു, ജലത്തെ കുടിച്ചതിന് ശേഷം അത് വിയർപ്പായി അന്തരീക്ഷത്തെ പ്രവഹിപ്പിക്കുന്നു. ഇങ്ങനെയെല്ലാം നിങ്ങൾ ഇന്ററാക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള പഠനമാണെന്ത് ഇക്കോളജി. സോ വി ക്യാൻ സേ ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ഓർഗാനിസം ആൻഡ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ഫിസിക്കൽ ഓർ അബയോട്ടിക് കമ്പോണന്റ്സ്. അപ്പോ
ഒരു ഇക്കോസിസ്റ്റത്തിലെ കമ്പോണന്റ് രണ്ടായി തരംതിരിക്കാം. എന്താണ്? അബയോട്ടിക് കമ്പോണൻസ് ആൻഡ് ബയോട്ടിക് കമ്പോണൻസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ബയോട്ടിക് കമ്പോണന്റ് ആരൊക്കെയാണ്? ഒന്ന് നിങ്ങൾ, പിന്നെ നിങ്ങളുടെ അവിടെയുള്ള ബാക്ടീരിയകൾ, അവിടെയുള്ള ചെടികൾ, നിങ്ങളുടെ ശരീരത്തിലുള്ള പേനുകൾ, നിങ്ങളുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ, നിങ്ങളുടെ വയറ്റിലുള്ള വിരകൾ എല്ലാം തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ബയോട്ടിക് കമ്പോണന്റുകളാണ്. കൂടാതെ ഭിത്തിയിലിരിക്കുന്ന പാറ്റ, പല്ലി, അതുപോലെ ചിലന്തി അല്ലേ, നിങ്ങൾ കാണാതായിട്ട് ഒരുപാട് ജന്തുക്കൾ ചുറ്റോടെ കൊടുക്കും. അതെല്ലാം ആ മുറിയിലെ ബയോട്ടിക് കമ്പോണന്റ് ആണ്. കൂടാതെ അവിടുത്തെ അബയോട്ടിക് കമ്പോണന്റ് എന്തൊക്കെയാണ്? അവിടെയുള്ള മണ്ണ്, അവിടെയുള്ള വായു, അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിസ്കും ബെഞ്ചും അല്ലെ, അവിടെയുള്ള ചൂട്, തണുപ്പ്, കാറ്റ്, അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് അല്ലെ, ഗ്രാവിറ്റി, പൊടിപടലങ്ങൾ എല്ലാം, പാറ, മണ്ണ് എല്ലാം തന്നെ അവിടെയുള്ള അബയോട്ടിക് കമ്പോണന്റ്. ഇവിടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞതല്ലേ, ഇതേക്കുറിച്ചൊരു പഠനമാണെന്ത് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ഓർഗാനിസം ആൻഡ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ഫിസിക്കൽ ഓർ അബയോട്ടിക് എൻവയോൺമെന്റ്. അബയോട്ടിക് എൻവയോൺമെന്റ് നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് വിളിക്കാം. ഭൗതിക ഘടകങ്ങൾ, എൻവിറോൺമെന്റ്. അബയോട്ടിക് കമ്പോണന്റ് ഈസ് ആൾസോ കോൾഡ് ആസ് ഫിസിക്കൽ എൻവയോൺമെന്റ്. അപ്പൊ ഇക്കോളജി എന്താണെന്ന് ഒരു പഠനം, ഒരു ഐഡിയ കിട്ടിയാൽ ഇക്കോസിസ്റ്റത്തെ കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. എന്നുള്ള പറയുകയാണെങ്കിൽ ഇക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ലിവിംഗ് ഓർഗാനിസം ആൻഡ് ലിവിംഗ് ഓർഗാനിസം ബിറ്റ്വീൻ അബയോട്ടിക് കമ്പോണന്റ് അഥവാ ഫിസിക്കൽ കമ്പോണന്റ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നിങ്ങൾ പറയുന്നു ഇക്കോളജി സ്റ്റഡി ഓഫ് interaction among organism and between organism and physical or abiotic environment. ഇതുപോലെ തന്നെ പഠിക്കണം. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കാണാറില്ല, എന്നാലും അറിഞ്ഞിരിക്കും. ഇനി 4 levels of biological organization. നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് ബയോളജി ആദ്യം പഠിക്കാവുന്നതാണ് ബയോട്ടിക് കമ്പോണന്റിനെ കുറിച്ച് പറയുന്നത്. തിങ്കിങ് അബൌട്ട് ബയോട്ടിക് കമ്പോണന്റ്സ് ഫസ്റ്റ്. അതിൽ 4 ലെവൽസ് ആണ്. There are 4 levels of biotic components in an ecosystem. ഒന്ന് ഓർഗാനിസം, 2 പോപ്പുലേഷൻ, ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, 4 ബയോ. ഇങ്ങനെ 4 ലെവൽസ്. ഒന്ന് ഓർഗാനിസം. ഒരു ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഓർഗാനിസം, ഒരു ഇക്കോസിസ്റ്റം, ഒരു വനം, ഒരു ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം എക്സാമ്പിൾ പറയാൻ നിങ്ങൾ പറയും ഒരു വനം, അല്ലെങ്കിൽ ഒരു പുൽമേട്, അല്ലെങ്കിൽ ഒരു മരുഭൂമി, അല്ലെങ്കിൽ കൃഷിസ്ഥലം, അല്ലെങ്കിൽ എല്ലാം തന്നെ ഇക്കോസിസ്റ്റംസ് ആണ്. എന്താ ഒരു ഇക്കോസിസ്റ്റം? ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ഏരിയ വെയർ ബോത്ത് ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് കമ്പോണന്റ്സ് ഇന്ററാക്ട് ആൻഡ് എക്സിസ്റ്റ്. അല്ലെ, ഒരു പ്രത്യേക പ്രദേശത്ത് അവിടെയുള്ള ബയോട്ടിക് കമ്പോണന്റുകൾ, അബയോട്ടിക് കമ്പോണന്റുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് നിലനിൽക്കുന്ന ഒരു യൂണിറ്റ് വിളിക്കുന്നവരാണ് ഇക്കോസിസ്റ്റം. വനം ഒരു ഇക്കോസിസ്റ്റമാണ്, പുൽമേട് ഒരു ഇക്കോസിസ്റ്റമാണ്. വനത്തിലുള്ള ഇക്കോസിസ്റ്റത്തിൽ 2 കമ്പോണന്റുകളാണ്, ബയോട്ടിക്കും അബയോട്ടിക്കും. വനത്തിലുള്ള മൃഗങ്ങളെല്ലാം ബയോട്ടിക് കമ്പോണന്റ് ആണ്. അവിടെയുള്ള സസ്യങ്ങളും അവിടെയുള്ള മണ്ണും അന്തരീക്ഷവും ഊഷ്മാവും ചൂടും കാറ്റും തണുപ്പും എല്ലാം അബയോട്ടിക് കമ്പോണന്റ്. അവയെല്ലാം പരസ്പരം ഇന്ററാക്ട് അങ്ങനെ നിലനിൽക്കണം, ആരും ചെയ്യണ്ട, അപ്പൊ സസ്റ്റെയിൻ ചെയ്തു നിലനിൽക്കും അല്ലേ. അപ്പൊ ഒരു ഇക്കോസിസ്റ്റം. അവിടുത്തെ ചൊല്ലുവാണെങ്കിൽ അവിടുത്തെ ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ആണ് ഓർഗാനിസം. ഒരു ജീവി, ഒരു മുയൽ അവിടുത്തെ ഒരു ഓർഗാനിസമാണ്. ഇനി മുയലുകളുടെ ഒരു കൂട്ടം, പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ബിലോങ് ടു സെയിം സ്പീഷീസ്. ഒരു വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ വിളിക്കുന്നവരാണ് പോപ്പുലേഷൻ. അതുകൊണ്ടാണ് മനുഷ്യന്റെ കൂട്ടത്തെ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഇക്കോളജിയിലെ പോപ്പുലേഷൻ സ്റ്റഡിക്കകത്ത് ജനസംഖ്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ കണക്കെടുക്കാൻ പറയുമ്പോൾ പശു, പൂച്ച, പട്ടിയൊക്കെ വരും. ഇല്ല, മനുഷ്യ മാത്രമേ. കാരണം എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ബിലോങ് ടു സെയിം സ്പീഷീസ്. ഹോമോ സാപ്പിയൻ എന്ന് പറയുന്ന ഒരു ജീവവിഭാഗം മാത്രമാണ് ഒരു പോപ്പുലേഷൻ. ഓർഗാനിസം മീൻസ് വൺ ഇൻഡിവിജ്വൽ ആൻഡ് വാട്ട് ഈസ് പോപ്പുലേഷൻ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ബിലോങ് ടു സെയിം സ്പീഷീസ് ഇസ് കാൾഡ് പോപ്പുലേഷൻ. അപ്പൊ മുയലുകളുടെ ഒരു പോപ്പുലേഷൻ ഇത് പറയാണ്. വനത്തിലുള്ള ഒരു പോപ്പുലേഷൻ പേര് പറയുന്നത് മാനുകളുടെ കൂട്ടം, മുയലുകളുടെ കൂട്ടം, കടുവകളുടെ കൂട്ടം, സിംഹങ്ങളുടെ കൂട്ടം, ഇതെല്ലാം തന്നെ ഓരോരോ പോപ്പുലേഷൻസ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഇവയെല്ലാം ഒന്നിൽ കൂടുതൽ പോപ്പുലേഷൻ ചേരുമ്പോൾ എന്താവും? കമ്മ്യൂണിറ്റിയാണ്. ഒന്നിൽ കൂടുതൽ പോപ്പുലേഷൻ ചേരുമ്പോൾ കമ്മ്യൂണിറ്റി ആവും. അതൊക്കെയാണ് ഒരു വനത്തിലെ കമ്മ്യൂണിറ്റി. ഏതൊക്കെയാണ്? മാനുകളുടെ പോപ്പുലേഷൻ പ്ലസ് സിംഹങ്ങളുടെ പോപ്പുലേഷൻ പ്ലസ് കടുവകളുടെ പോപ്പുലേഷൻ പ്ലസ് കുറുക്കന്റെ പോപ്പുലേഷൻ പ്ലസ് വൃക്ഷങ്ങളുടെ പോപ്പുലേഷൻ, കുറ്റിച്ചിന്റെ പോപ്പുലേഷൻ, ബാക്ടീരിയയുടെ പോപ്പുലേഷൻ അല്ലേ.
ഇതെല്ലാം വ്യത്യസ്ത പോപ്പുലേഷൻ ആണ്. ഇവിടെ ചേരുമ്പോൾ വരുന്നതാണ് കമ്മ്യൂണിറ്റി അല്ലേ. സോ കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ. ഇനി ഈ പോപ്പുലേഷൻ പ്ലസ് അബയോട്ടിക് കമ്പോണന്റ് ആരായി? ബയോമായി. പോപ്പുലേഷൻ പ്ലസ് അബയോട്ടിക് കമ്പോണന്റ് ചേരുമ്പോൾ ബയോമായി അല്ലേ. ഇങ്ങനെയുള്ള ബയോകളുടെ കൂട്ടമാണ് ബയോസ്ഫിയർ. ഭൂമി ഒരു ബയോസ്ഫിയർ അല്ല. ഭൂമി എന്ന് പറഞ്ഞ ഒറ്റ ബയോസ്ഫിയർ ആണ്. അവിടെ ഒരുപാട് വ്യത്യസ്ത ബയോമുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഒരു വനത്തിലുള്ള ഒരു ജന്തു ഒരു ഓർഗാനിസമാണ്. ആ ജന്തുവിനെ സ്പീഷീസിൽപ്പെട്ട ഒരു കൂട്ടം ജീവജാലങ്ങൾ നമ്മൾ പോപ്പുലേഷൻ വിളിക്കുന്നു. വ്യത്യസ്ത പോപ്പുലേഷൻ കളക്ഷനാണ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയും അവിടെയുള്ള അബയോട്ടിക് കമ്പോണന്റ് ചേരുമ്പോൾ അതെന്തായിരുന്നു? ബയോമായി അല്ലേ. അപ്പോൾ ഒരു പുൽമേട് ഒരു ബയോമാണ്. ആരൊക്കെ വരും അവിടെ? അവിടെയുള്ള ജന്തുക്കളും വരും, സസ്യങ്ങളും വരും, അവിടെയുള്ള അജീവിയ ഘടകങ്ങളും വരും അല്ലേ. അവിടെയുള്ള ജന്തുക്കളെ മാത്രം വിളിക്കുകയാണെങ്കിൽ ഇവരാണ് ഇന്ന് കമ്മ്യൂണിറ്റി. അവിടെയുള്ള ഒരു വിഭാഗം ജന്തുക്കളെ മാത്രം എടുത്ത് വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. അവിടെ ഏതെങ്കിലും ഒരു ജീവി എടുത്താൽ അത് ഓർഗാനിസം. അപ്പോൾ വാട്ട് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് എ ബയോം എന്ന് പറയും? ഓർഗാനിസം. ബേസിക് യൂണിറ്റ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം അത് ഓർഗാനിസം തന്നെയാണ് അല്ലേ. ഓർഗാനിസം, then population, then community, then bio. So what are 4 levels of biological organization? That is organism, population, community and bio. ഇതാണ് നമ്മുടെ സ്കൂളിലെ വ്യത്യസ്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത സ്റ്റാൻഡേർഡുകൾ ഇല്ലേ. 1ാം ക്ലാസ്സിലെ കുട്ടി, 2ാം ക്ലാസ് കുട്ടി, 3ാം ക്ലാസ് കുട്ടി എന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ പറയുമ്പോൾ സ്കൂൾ എന്ന് പറയുന്ന പോലെയാണ് ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് ബയോ. ബയോമിനകത്ത് ആര് വരും? ബയോട്ടിക്കും വരും, അബയോട്ടിക് കമ്പോണന്റും വരും. അബയോട്ടിക് കമ്പോണന്റ് ചേരുമ്പോഴാണ് എന്താണ്? ബയോ അല്ലേ. ഇനി ഇന്ത്യയിലെ മേജർ ബയോസ് ഇതെല്ലാം പോയിന്റുകളാണ്, കുറിച്ച് വെച്ചോ. മേജർ ബയോംസ് ഇൻ ഇന്ത്യ. ഇതിലെ പ്രധാനപ്പെട്ട ബയോമുകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഒന്ന്, ഡെസേർട്ട്. 2, റെയിൻ ഫോറസ്റ്റ്. 3, തുന്ദ്ര. So major biomes not in India, they are major biomes. So what are the major biomes of the world? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോമുകൾ ഏതൊക്കെ നോക്കൂ. ഒന്ന് മരുഭൂമികൾ, മറ്റൊന്ന് റെയിൻ ഫോറസ്റ്റ്, മറ്റൊന്ന് തുന്ദ്ര. നിങ്ങൾ ഭൂമിയിൽ എവിടെ കറങ്ങി കിടന്നാലും ഒന്നുകിൽ എന്തായിരിക്കും? അത് റെയിൻ ഫോറസ്റ്റ്, ഡെസേർട്ട് ആയിരിക്കും. ഒരുപാട് ഡെസേർട്ടുകൾ ഭൂമിയിൽ കാണാൻ കഴിയും. ഒരു പ്രധാനപ്പെട്ട ബയോമാണ്. നിങ്ങൾ ഡെസേർട്ടിൽ എന്തത് ബയോ? അവിടെ ജീവിക ഘടകങ്ങളുണ്ട്. ഉണ്ട് ഒട്ടകം, ഈന്തപ്പന അല്ലെ. പിന്നെ ഒരുപാട് വേറെ ജന്തുക്കളൊക്കെ ഉണ്ട്. അജീവിക ഘടകങ്ങൾ ചൂട്, മണ്ണ്, കാറ്റ് ഇല്ല എല്ലാം ഉണ്ട്. അപ്പൊ അതൊരു ബയോമാണ്. അത് അപ്പൊ ലോകത്തുള്ള മേജർ ബയോമാണ്. നിങ്ങളിലേക്കും അല്ല ചെറിയ കടലൊക്കെ ഉണ്ട്, അത് മറ്റു ബയോമാണ്. പക്ഷെ അത് മേജറായിട്ട് എടുക്കുന്നില്ല. ലോകത്തെ പ്രധാനപ്പെട്ട 3 ബയോമുകൾ ഇതാണ്. മനസ്സിലായി? വേറെ ഉണ്ട്, അതൊക്കെ ചെറിയ ചെറിയ ബയോമുകൾ. ഇതാണ് മേജർ ബയോ. ഏതൊക്കെയാണ്? ഒന്ന് ഡെസേർട്ട്, മറ്റൊന്ന് റെയിൻ ഫോറസ്റ്റ്. റെയിൻ ഫോറസ്റ്റ് എന്താണ്? മഴക്കാടുകൾ. ധാരാളം ജലം ലഭിക്കുന്ന പ്രദേശത്ത് ഇടതിഞ്ഞ് വളരുന്ന വനങ്ങളെയാണ് മഴക്കാടുകൾ. അത് കഴിഞ്ഞാൽ കാണുന്ന തുന്ദ്ര പ്രദേശം. എന്താണ് തുന്ദ്ര പ്രദേശം എന്ന് പറഞ്ഞാൽ? തുന്ദ്ര പ്രദേശം എന്ന് പറഞ്ഞാൽ ഇത് ഭൂമി, ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. ഇതാണ് ഭൂമധ്യരേഖ. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നല്ലല്ലോ, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും നല്ലല്ലോ. നമുക്ക് അങ്ങനെ ഇത് ഇക്വേറ്റർ, ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. അപ്പോൾ ഇത് ഭയങ്കര മഞ്ഞുകൂടിയ പ്രദേശമാണ്. ഈ 2 പ്രദേശം. ഇവിടെയുള്ള രാജ്യങ്ങളെയൊക്കെ ഇതെല്ലാം കടലാണല്ലോ. ഇതിനോട് ചേർന്നാണ് ഈ പ്രദേശം, ഈ വീതിയേറിയ കരപ്രദേശം, അതായത് ഈ കടൽ തീരം എന്ന് പറയുന്ന ഈ പ്രദേശം, തുന്ദ്ര പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പോളിനോട് ചേർന്ന് കാണപ്പെടുന്ന കരയിൽ കാണപ്പെടുന്ന കടൽ തീരം എന്ന് പറയും അല്ലെ. ഇപ്പൊ ഇത് കടലാണ്. ഇത് സൗത്ത് പോൾ, നോർത്ത് പോൾ. അത് ഭയങ്കര മഞ്ഞാണ്, ഇവിടെ തണുപ്പ് കൂടുതലായിരിക്കും. അതോട് ചേർന്ന് കാണപ്പെടുന്ന ഈ വീതിയുള്ള കരപ്രദേശത്ത് വിളിക്കുന്ന പേരാണ് ഇത് തുന്ദ്ര പ്രദേശം. കടൽ തീരം, തണുത്തുറഞ്ഞ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ കടലുകൾ, അതാണ് തുന്ദ്ര പ്രദേശം. അങ്ങനെ ഒരുപാടുണ്ട്. അത് വലിയൊരു പ്രദേശമാണ്. വലുതായിട്ടൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിലും
ലോകത്തിന്റെ ബയോമുകളിൽ പരിഗണിച്ചാൽ ഏറ്റവും വിശാലമായി കാണപ്പെടുന്ന മൂന്നാമത്തെ പ്രദേശം അതാണ്. മനസ്സിലായി? അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡെസർട്ട്, അത് കഴിഞ്ഞാൽ മഴക്കാട്, അത് കഴിഞ്ഞാൽ പിന്നെ തുന്ദ്ര പ്രദേശം. ഇതാണ് ലോകത്തെ പ്രധാനപ്പെട്ട 3 ബയോമുകൾ. സോ വാട്ട് ആർ 3 ഇമ്പോർട്ടന്റ് ബയോംസ് ഇൻ ദ വേൾഡ്? 1 ഡെസർട്ട്, 2 റെയിൻ ഫോറസ്റ്റ്, 3 തുന്ദ്ര പ്രദേശം. എന്താണ് തുന്ദ്ര? തുന്ദ്ര ഇസ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്റാർട്ടിക് പ്രദേശത്തിന് ആർട്ടിക് പ്രദേശത്തിന് സമീപത്ത് കിടക്കുന്ന വീതിയേറിയ കരപ്രദേശത്തെ വിളിക്കുന്നവരാണ് തുന്ദ്ര പ്രദേശം. പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും, അവിടെ മഞ്ഞുകൂടി കിടക്കും. വർഷങ്ങളോളം അവിടെ മഞ്ഞുകൂടി കിടക്കും. അത് ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്ന ഈ കരപ്രദേശമാണ് തുന്ദ്ര പ്രദേശം. നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ടായി. ഓക്കെ, ഇനി ഒരു പ്രദേശം എന്ത് ബയോമാണ് ആയി തീരണം? ഒരു പ്രദേശം ഒരു പ്രത്യേക ബയോമായി തീരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എന്തുകൊണ്ട് ചില പ്രദേശം ഡെസേർട്ടായി, ചില പ്രദേശം റെയിൻ ഫോറസ്റ്റ് ആയി, ചില പ്രദേശം തുന്ദ്ര പ്രദേശമായി? Who determine that? Who determine an area become a desert or a rain forest or a tundra? There are 3 factors that is determining. One, temperature. അവിടുത്തെ ടെമ്പറേച്ചർ ആണ്. 2, ആനുവൽ പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാല് മഴയാണെങ്കിൽ മഴ പെയ്യുന്ന പ്രദേശത്ത് മഴയായിരിക്കും. റെയിൻ ഫോറസ്റ്റ്, മഴ. എല്ലായിടത്തും വെള്ളം മഴയായിട്ടാണ് താഴേക്ക് വീഴുന്നത്? അല്ല, എല്ലായിടത്തും വെള്ളം മഴയല്ലാതെ തുന്ദ്ര പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ താഴേക്ക് വീഴുന്ന മഞ്ഞായിട്ടാണ് വീഴുന്നത്, അല്ലേ? അപ്പോൾ ഒരു വർഷം കിട്ടുന്ന മഴ അല്ലെങ്കിൽ ഒരു വർഷം കിട്ടുന്ന മഞ്ഞ് വീഴ്ച, ഇതിന് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആനുവൽ പ്രസിപ്പിറ്റേഷൻ. ഒരു വർഷം കിട്ടുന്ന മഴയോ ഒരു വർഷം കിട്ടുന്ന മഞ്ഞ് വീഴ്ചയോ ആണ് ഒരു പ്രദേശത്തിന്റെ ബയോം എന്താണെന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകം. മറ്റു ഘടകം ഏതാണ്? ടെമ്പറേച്ചറാണ്. അപ്പൊ ധാരാളം മഴ കിട്ടി നല്ല വെയിലും കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും? റെയിൻ ഫോറസ്റ്റ് ആയിരിക്കും. ധാരാളം മഴ കിട്ടുന്നു, അല്ല ധാരാളം വെയിൽ കിട്ടുന്നു പക്ഷെ മഴയില്ല, ഡെസേർട്ട് ആയിരിക്കും, അല്ലേ? ഈ ഒട്ടും ടെമ്പറേച്ചർ ഇല്ല, നല്ല മഴ. ഒട്ടും ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ നല്ല മഴ പെയ്യുമ്പോൾ മഞ്ഞായി താഴെ വരും, തുന്ദ്ര പ്രദേശം. ഒരു പ്രദേശം ഏത് ബയോമാണ് തീരുമാനിക്കുന്ന ആരാണ്? ഒന്ന് അവിടുത്തെ ടെമ്പറേച്ചർ, മറ്റൊന്ന് അവിടെ ലഭിക്കുന്ന ഒരു വർഷത്തിൽ ലഭിക്കുന്ന മഴ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച, അല്ലേ? അതിനെ വിളിച്ച പേരാണ് ആനുവൽ പ്രസിപ്പിറ്റേഷൻ. ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു പ്രദേശത്ത് നല്ല മഴയും നല്ല ചൂടും ഉണ്ടെങ്കിൽ റെയിൻ ഫോറസ്റ്റ്. ഒരു പ്രദേശത്ത് ഒരുപാട് ചൂടുണ്ട് പക്ഷെ മഴയില്ല, ഡെസേർട്ടായി. ഒരു പ്രദേശത്ത് ഒട്ടും ചൂടില്ല, നല്ല മഴയുണ്ട്, മഴ ഒട്ടും ചൂടില്ലെങ്കിൽ താഴെ ഒരു മഞ്ഞായിരിക്കും, തുന്ദ്ര പ്രദേശം. അപ്പോൾ who determine the biome of an area? The temperature and the annual precipitation. What is annual precipitation? It is a rate of rainfall or snowfall occurring in 1 year. ഒരു വർഷം വീഴുന്ന മഞ്ഞുമഴയോ അല്ല മഞ്ഞു വീഴ്ചയോ അല്ലെങ്കിൽ മഴ പെയ്ത്തിനെയോ വിളിക്കുന്ന പേരാണ് ആനുവൽ പ്രസിപ്പിറ്റേഷൻ. ഇതാണെന്നിട്ടാണ് നമ്മുടെ പ്രദേശം എന്തായിത്തീരുമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സിമ്പിളല്ലേ? ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവൻ എവിടെയൊക്കെ ഉണ്ട്? അപ്പൊ നിങ്ങളൊരു ഡെസേർട്ടിലൊക്കെ പാടാണല്ലേ, പക്ഷേ ജീവൻ എല്ലായിടത്തും ട്രൈബ് ചെയ്യും, എല്ലായിടത്തും, അല്ലേ? ബട്ട് ലൈഫ് എക്സിസ്റ്റ് അറ്റ് ഡെസേർട്ടിലുണ്ട്, ഇൻ ഫോറസ്റ്റിലുണ്ട്, പോളാർ ഐസ്, അല്ലെ? ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞ് മുടിക്കുന്ന പ്രദേശത്ത് ജീവനുണ്ട്, അല്ലെ? അവിടെ പോളാർ ബിയറുകളും സീലുകളും പെൻഗ്വിനുകളും ധാരാളമായി കാണും. അതുപോലെ ഇൻ ഹോട്ട് ബോയിലിംഗ് സ്പ്രിങ്സ്, നിങ്ങൾക്കറിയാം കടലിന്റെ അടിത്തട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്ന ഹോട്ട് സ്പ്രിങ്ങുകളുണ്ട്. അവിടെ പോലും 500 ഡിഗ്രി 300 ഡിഗ്രി 150 ഡിഗ്രി ഉള്ള സ്ഥലത്ത് പോലും അവിടെ ബാക്ടീരിയകളും ചില വിരകളും ജീവിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ചൂടുള്ള വെള്ളം തിളച്ച് മറിയുന്ന കടലിന്റെ അടിയിലുള്ള ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ്ണനീരുറവ്, അല്ലെ? ഉഷ്ണനീരുറവകൾ, അവിടെ പോലും ജീവജാലങ്ങളുണ്ട് എന്നർത്ഥം, അല്ലെ? ഈവൻ ഇൻ ദ intestine of human and even intestine of human there are thousands of bacteria. മനുഷ്യന് ഉള്ളിൽ പോലും ആയിരക്കണക്കിന് ബാക്ടീരിയ വേറെയുണ്ട് മനുഷ്യൻ വന്നിട്ട് ഞാൻ ഒറ്റയാനാണെന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് അറ്റ് ആൾ എലോൺ. ഒറ്റക്കാനല്ല, നിങ്ങൾ ചെറുത്ത് കുടലിൽ ആയിരക്കണക്കിന് ബാക്ടീരിയ, നിങ്ങളുടെ വായിൽ തന്നെ 3 കോടി ബാക്ടീരിയ ഉണ്ട്, അല്ലെ? ശരീരത്തിൽ മുഴുവൻ ധാരാളം ബാക്ടീരിയ ഉണ്ട്. നിങ്ങളെ ആശ്രയം ജീവിക്കുന്ന ബാക്ടീരിയ ഉണ്ട്, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. നല്ല വയറ്റിനുള്ളിൽ വിരകൾ കാണും, അല്ലെ? ശരീരത്തിനുള്ളിൽ വിരകൾ കാണും, തലയിൽ പേരുണ്ടായിരിക്കും, ചിലതൊക്കെ ചെള്ളുകളുണ്ടായിരിക്കും. അങ്ങനെയാണ് ഒരു വ്യക്തിയല്ല. അപ്പോൾ എവിടെയൊക്കെ ജീവൻ ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ എല്ലായിടത്തും ജീവനുണ്ട്. ഡെസേർട്ടിലുണ്ട്, അതുപോലെ തന്നെ മഴക്കാടുകളുണ്ട്, പോളാർ ഐസിലുണ്ട്, അല്ലെ? അതിഭയങ്കരമായ ചൂട് പ്രവഹിക്കുന്ന ഉഷ്ണനീരുറവുകളിൽ പോലും ജീവൻ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ കാര്യങ്ങളെ അങ്ങോട്ട് ബോധ്യപ്പെടുത്തുക. ഇനി
ഇന്ത്യയിലെ ബയോമുകളെ കുറിച്ച്, മേജർ ബയോംസ് ഇൻ ഇന്ത്യ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മേജർ ബയോംസ് ഇൻ ഇന്ത്യ ഒന്ന് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഡെസിഡുവസ് ഫോറസ്റ്റ്, 3 ഡെസേർട്ട്, 4 സീ കോസ്റ്റ്, കടൽ തീരം. അപ്പോ സീ കോസ്റ്റ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോമുകൾ ഏതൊക്കെയാണ്? ഒന്ന് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, മലയാളം പറയും ഉഷ്ണമേഖല മഴക്കാടുകൾ, അടുത്തത് ഡെസിഡുവസ് ഫോറസ്റ്റ്, ഇലവഴിയും കാടുകൾ എന്നതിന്റെ അർത്ഥം. 3 ഡെസേർട്ട്, അടുത്ത സീ കോസ്റ്റ് എന്ന് പറയും. അല്ലെ, ഇതെല്ലാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോമുകൾ. അപ്പൊ ഇന്ത്യൻ ഇവിടെ വനമൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് ട്രോപ്പിക്കൽ റെയിൻ. ഇന്ത്യയുടെ മധ്യത്തൂടെയാണ് ഭൂമധ്യരേഖ കടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള വനങ്ങളെല്ലാം തന്നെ ഡെസിഡുവസ് ഫോറസ്റ്റിലും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെയാണ് ഡെസേർട്ട്, സീ കോസ്റ്റ്. പുസ്തകത്തിൽ 4 ഫോട്ടോ സെറ്റുകൾ, ഒരു വർഷം 4 കൊടുത്തിട്ട് എന്തോന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ചോദ്യത്തിനകത്ത് അത്ര വ്യക്തമായിട്ട് ഫോട്ടോ തെളിഞ്ഞില്ല. അതുകൊണ്ട് ഭാഗ്യതയുള്ളവരെല്ലാം മാർക്ക് വാരി കൊടുക്കും. പക്ഷെ ഇത്തവണ അങ്ങനെ ആവണമെന്ന് പ്രിന്റിങ് നല്ല ക്വാളിറ്റിയെ വരുന്നുണ്ട്. ചിലപ്പോൾ കളറെല്ലാം കഴിച്ചും വരും. അതിന്റെ പടം ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കണം. ഇത് കൊടുത്തിട്ട് പറയും ദീസ് ആർ ദ ബയോംസ് ഇൻ ഇന്ത്യ നെയിം പറയും. അതായത് ചിലപ്പോൾ ഷഹുൽ ചെയ്ത് കൊടുത്തിട്ട് നെയിം ചെയ്യാൻ പറയും. ഇങ്ങനെ പടർന്ന് പരിചയപ്പെട്ടു. ഇതാണ് പ്രധാനം. ഇനി നമുക്കൊരു പ്രദേശം എന്തായി തീരും, അവിടെ കിട്ടുന്ന മഴയുടെയും അവിടെ കിട്ടുന്ന ടെമ്പറേച്ചറിന്റെയും റേറ്റ് ആണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഗ്രാഫ് പറയാം. ഗ്രാഫാണ് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചാൽ. ഇത് വരച്ചെടുക്കുന്ന പടം നോക്കാം. ഇപ്പൊ നോക്കൂ, ഇവിടെ ടെമ്പറേച്ചർ ഇങ്ങോട്ട് എടുക്കുന്നത് പ്രസിപ്പിറ്റേഷൻ, ഒരു വർഷം കിട്ടുന്ന മഴ. ഇത് 0 ഡിഗ്രി, ഇങ്ങോട്ട് -5, -10, -15, ഇത് 5, 10, 20, 30, 40, 50, 60. ഇങ്ങോട്ട് മഴയുടെ അളവാണ്. അത് 50, 100, 150, 200, 250, 300, ഇങ്ങനെ മഴ കിട്ടും. 450 വരെയൊക്കെയാണ്. ഇനി ഈ പ്രദേശത്തെ എന്തായിരിക്കും ഇത്? ഓക്കെ, 0 to 20 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 60 ഡിഗ്രി ഒരു ചൂടുണ്ട്. പക്ഷെ മഴ തീരെയില്ല അല്ലേ? സോ ഇറ്റ് വിൽ ബി എ ഡെസേർട്ട്. ഇതൊരു ഡെസേർട്ട് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇത് -15, ഇങ്ങോട്ട് നല്ല മഞ്ഞ് വീഴ്ച അല്ലേ? ഇത് താഴെ മഞ്ഞ് വീഴ്ച. ഇത് ആർട്ടിക് റീജിയൻ ആയിരിക്കും, ഓർ ആൽപൈൻ റീജിയൻ ആയിരിക്കും. ആർട്ടിക് ഓർ ആൽപൈൻ. ഈ ആർട്ടിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ മനസ്സിലാണ്. ഭൂമിയിലാണെങ്കിൽ ഇത് ഭൂമധ്യരേഖ, ഇത് ആർട്ടിക്ക, ഇത് അന്റാർട്ടിക്ക. ഈ പ്രദേശത്തെ ചൂട് തണുപ്പുണ്ട്. പക്ഷെ ഈ ആൽപൈൻ എന്താ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കും. ഇതെന്തായിരിക്കും? മഴ ഏകദേശത്തിലുണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട് അല്ലേ? അപ്പൊ ഇത് ഏകദേശം എന്തായിരിക്കും? ഇത് ഗ്രാസ് ലാൻഡ്. ഈ പ്രദേശം ഏകദേശം ചൂട് കുറവാണ്, പക്ഷെ നല്ല മഴയുണ്ട് അല്ലേ? എന്തായിരിക്കും? കോണിഫറസ് ഫോറസ്റ്റ് ആയിരിക്കും. എന്നാൽ കോണിഫറസ് ഫോറസ്റ്റ് നിങ്ങൾ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മരങ്ങൾ എടുക്കത്തില്ലേ? ഇതാണ് കോണിഫറസ് ഫോറസ്റ്റ്. ഇങ്ങനെ സാന്താക്ലോസ് അപ്പൂപ്പൻ മഞ്ഞ് വരകളെ മറ്റേ വണ്ടിയിൽ ഓടിച്ചുള്ള സ്ഥലം, മഞ്ഞ കോടികൾ മരങ്ങൾ, അതാണ് കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നല്ല ചൂട് നല്ല മഴ. സോ ഇറ്റ് വിൽ ബി ടെമ്പറേറ്റ് ഫോറസ്റ്റ്.
ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഞാനിങ്ങനെ വരയ്ക്കുന്ന കാര്യം ആ ഗ്രാഫിൽ എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അതുതന്നെ വരച്ചെടുക്കണം. ഓക്കെ. അപ്പൊ പരീക്ഷയ്ക്ക് ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഇത് കൊടുത്തതിന് ശേഷം ഇത് ലേബലിൽ എന്തോ ചോദിക്കും, എ ബി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് വരച്ച് പഠിച്ചോ. കോണിഫറസ് ഇടവഴിക്കല്ല, സൂപികാവര വനങ്ങൾ മലയാളം. ഇത് ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴനിഴൽ കാടുകളാണ്. ടെമ്പറേറ്റ് മഴക്കാടുകളല്ല, മഴനിഴൽ കാടുകൾ. ഇത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇത് ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ. ഇത് ഡെസേർട്ട്, ഇത് ആർട്ടിക്. ഈ ആൽപൈൻ എന്താണ്? ആൽപൈൻ എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിക് പ്രദേശത്തിന്റെ അതേ അന്തരീക്ഷം അനുഭവപ്പെടുന്ന ചില പ്രദേശങ്ങൾ ഇവിടെയൊക്കെ കാണും. ഈ ഭൂമധ്യരേഖത്തിൽ കാണും. ഉദാഹരണം ഹിമാലയം നിങ്ങൾ എടുത്തു. ഹിമാലയത്തിന്റെ ഏറ്റവും താഴെ നമ്മുടെ കാലാവസ്ഥയായിരിക്കും. പക്ഷെ മുകളിലോട്ട് പോകുന്നതോറും തണുപ്പ് കൂടി അവസാനം ഏറ്റവും ഉഗ്രത്തിൽ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ഈ കാലാവസ്ഥ തന്നെയായിരിക്കും ഹിമാലയത്തിന് ഏറ്റവും മുകളിൽ അനുഭവപ്പെടുന്നത്. ശരിയല്ലേ? അപ്പൊ അതിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ആൽപൈൻ റീജിയൻ, ആൽപ്സ് പർവ്വതനിരകൾ കേട്ടിട്ടുണ്ടല്ലോ. ആൽപൈൻ റീജിയൻ അതാണ്. അതായത് മൗണ്ടന്റെ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ഉള്ള അതേ തണുപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്, അന്റാർട്ടിക്കയില് ആർട്ടിക്കയിലും ഉള്ളത്. അപ്പോ എന്നാലും ആർട്ടിക് അന്റാർട്ടിക് പ്രദേശം അല്ലാതാണ്. അത്തരം പ്രദേശങ്ങളിലാണ് ആൽപൈൻ റീജിയൻ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചു. ഇനി ഇത് മായ്ക്കുന്നു. നിങ്ങളെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഒരു പ്രദേശത്തിന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ബയോട്ടിക് ഫാക്ടേഴ്സിനെ നിർമ്മിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് എ ഹാബിറ്റാറ്റ്. ഒരു ജീവജാലങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഫിസിക്കലും കെമിക്കൽ കണ്ടീഷനെ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഫിസിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ കണ്ടീഷൻ. അതുപോലെ തന്നെ അവിടുത്തെ ബയോട്ടിക് കണ്ടീഷൻസ്. ഇതിനൊക്കെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് നോക്കാം. ഒരു ഹാബിറ്റാറ്റ്, ഒരു വാസസ്ഥലം, ബയോ എന്നൊക്കെ വേണം വിളിക്കും. അവിടെ രണ്ടാക്കാതിരിക്കും. ഒന്ന് ഫിസിക്കൽ കമ്പോണന്റ്, മറ്റൊന്ന് ബയോട്ടിക് കമ്പോണന്റ്. ഫിസിക്കൽ ആകുമ്പോൾ എന്താ വെച്ചാൽ ബയോട്ടിക് ആണ് അല്ലെ? എന്തൊക്കെയായത്? ഒന്ന് ടെമ്പറേച്ചർ, അവിടുത്തെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ അബയോട്ടിക് കമ്പോണന്റ് ആണ്. മറ്റൊന്ന് വാട്ടർ, മറ്റൊന്ന് ലൈറ്റ്, മറ്റൊന്ന് സോയിൽ. ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റും. പിന്നെ ഇവിടെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്. അറ്റ്മോസ്ഫിയറിനകത്ത് ലൈറ്റും ടെമ്പറേച്ചറും ഒക്കെ അതിനകത്ത് വരുന്നതുകൊണ്ടാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഫിസിക്കൽ കമ്പോണന്റ്സ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹാബിറ്റാറ്റ്. പ്രധാനപ്പെട്ട ഒന്നിനെ കുറിച്ച് പഠിക്കുന്നു. ഈ ബയോട്ടിക് കമ്പോണന്റ് ആരൊക്കെ വരും? നിങ്ങൾ ബയോട്ടിക് കമ്പോണന്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം അല്ലേ? പക്ഷെ അതിനെ തരംതിരിച്ചാണ് ചുറ്റി പറയുന്നത്. ബയോട്ടിക് കമ്പോണന്റ്സ് ഇൻക്ലൂഡ് പ്രൊഡ്യൂസേഴ്സ്, then pathogens, then parasites, then predator, then competitors. ഈ സത്യം പറഞ്ഞാൽ പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസം തന്നെയാണ്. പ്രത്യേകിച്ച് ജീവിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആയിരിക്കും, അനിമൽ ആയിരിക്കും, അല്ലെങ്കിൽ സൂക്ഷ്മ ജീവജാലങ്ങളായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ മൈക്രോ ക്ലാസ് വരുമ്പോൾ ഫംഗസോ പ്രോട്ടിസ്റ്റോ എന്നൊക്കെ പറയാം. പക്ഷെ അവയെല്ലാം ഈ ഒരു കാറ്റഗറി ആയിരിക്കും വരുന്നത്. പച്ചക്കറികളെല്ലാം തന്നെ പ്രൊഡ്യൂസർ ആയിരിക്കും. ചിലത് രോഗങ്ങളുണ്ടാക്കും, പാത്തോജൻ ആയിരിക്കും. പിന്നെ ഈ സസ്യങ്ങളിൽ നിന്ന് ജീവിക്കുന്നവരുണ്ട്, പാരസൈറ്റുകളായിരിക്കും അല്ലെ?
ചിലത് മൊത്തം അവിടെ പിടിച്ച് വിഴുങ്ങുന്നതായിരിക്കും, പ്രൊഡേറ്റേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ പരസ്പരം മത്സരം ജീവിക്കുന്നതായിരിക്കും, കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും. മത്സരം ജീവിക്കുക, കോമ്പറ്റീഷൻ, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു എൻവയോൺമെന്റ് വേണ്ടി മത്സരിക്കുന്ന ജീവജാലങ്ങൾ പ്രതിധാരണമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ ബയോട്ടിക് കമ്പൗണ്ട്സ് അല്ല ഈ കാറ്റഗറി വരും, അബയോട്ടിക് കമ്പൗണ്ട്സ് അല്ല ഇത്. ഓക്കെ, നമ്മൾ ഓരോരോ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കും. ഇപ്പൊ ഈ പറഞ്ഞ എന്താണ് ഫാക്ടേഴ്സ്, വിറ്റമിൻ വിട്ടേക്കു, ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് എ ഹാബിറ്ററ്റ് ഓർ ബയോ. അപ്പൊ ഈ ഹെഡിങ് നോട്ട് ഫാക്ടേഴ്സ് ഓഫ് എ ബയോ, ഫാക്ടേഴ്സ് ഓഫ് ഹാബിറ്ററ്റ് അല്ലെങ്കിൽ ബയോ, ബയോമിന്റെ ഘടകങ്ങൾ. ബയോട്ടിക് ഘടകങ്ങൾ, അബയോട്ടിക് ഘടകം, ഫിസിക്കൽ ഘടകങ്ങൾ. ഫിസിക്കൽ ഘടകങ്ങൾ ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ്, സോയിൽ, ഇത്രയും പ്രധാനമായിട്ട് എടുക്കുന്നുള്ളൂ. ബയോട്ടിക് കോമ്പൗണ്ട്സിനെ നമ്മൾ സസ്യങ്ങളിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ 5 കിങ്ഡം വെച്ചുള്ള പേരിൽ വിളിക്കാമെങ്കിൽ അതേ കാറ്റഗറീസ് ആണ് പഠിക്കുന്നത്. പ്രൊഡ്യൂസർ, പാത്തോജൻ, പാരസൈറ്റ്സ്, പ്രൊഡേറ്റർ, കോമ്പറ്റീറ്റേഴ്സ്. അല്ലെ ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അത് ഇത് ഇന്ന് പലതും വായിക്കാൻ എത്താത്തതുകൊണ്ടാണ് എഴുതിയോട് കാണിക്കുന്നത്. കോമ്പറ്റീറ്റേഴ്സ്, ഇങ്ങനെയാണ് അവരുടെ ഒരു കാറ്റഗറൈസേഷൻ പോകും അല്ലേ. ഇനി നമുക്ക് മേജർ അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ച് ആദ്യം പഠിക്കും. ആദ്യം പഠിക്കാൻ മേജർ അബയോട്ടിക് ഫാക്ടേഴ്സ് ഇതാണ്. ഇതിനെക്കുറിച്ച് ആദ്യം പഠിക്കും. അത് തന്നെ ഇതിനെക്കുറിച്ച് ആദ്യം പഠിക്കും. ടെമ്പറേച്ചർ. സോ മേജർ അബയോട്ടിക് ഫാക്ടേഴ്സ്. ഒന്ന്, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വാട്ട് ഈസ് ടെമ്പറേച്ചർ? ചൂടാണ്. ഞാൻ പറഞ്ഞത് ഊട്ടിയിലെ ടെമ്പറേച്ചർ -8 അപ്പൊ ചൂടല്ലോ അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് പ്രസന്റ് അറ്റ് ആൻ ഏരിയ. ഒരു പ്രദേശം ഇവിടുന്ന് ചൂടിനെയോ തണുപ്പിനെയോ ടെമ്പറേച്ചർ അല്ലേ. -8 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലേ, അത് ചൂടല്ലല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് ദ ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ആൻ ഏരിയ. ഒരു പ്രദേശത്തെ ചൂടിനെയോ തണുപ്പിനെയോ ആണ് പറയുന്നത് ടെമ്പറേച്ചർ. ആ ഡെഫിനിഷൻ പഠിക്കാനല്ല എങ്ങനെയും പറയാം. ഇറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അബയോട്ടിക് ഫാക്ടർ. ടെമ്പറേച്ചർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബയോട്ടിക് ഫാക്ടറാണ് അല്ലെ. ചിലയിടത്ത് എന്തായിരിക്കുന്നത് സബ് സീറോ അറ്റ് സർട്ടൻ പോളാർ റീജിയൻ. പോളാർ റീജിയൻ സബ് സീറോ ആണ് അല്ലെ, -18 -30 ഒക്കെ ആയിരിക്കും. ആൻഡ് എബോവ് 50 ഡിഗ്രി സെന്റിഗ്രേഡ് ട്രോപ്പിക്കൽ ഡെസേർട്ട്. ഉഷ്ണമേഖല മരുഭൂമികളിൽ 50 ഡിഗ്രി സെന്റിഗ്രേഡ് മുകളിലായിരിക്കും. ഗൾഫിലൊക്കെ പോയിട്ട് 60 ഡിഗ്രിയൊക്കെ അവിടുത്തെ ശരാശരി ടെമ്പറേച്ചർ പോലെ അല്ലേ. പക്ഷെ പോളാർ ധ്രുവങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ -30 -40 ഒക്കെ ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് എ hotness or coldness of an area, and there may be sub-zero at a polar region or above 50 degree at a tropical deserts. Another point, thermal springs and deep sea hydrothermal vents with more than 100 degrees centigrade. Thermal spring ഉണ്ട്, ഹോട്ട് തെർമൽ സ്പ്രിംഗ്, അതായത് ഉഷ്ണനീരുറവകൾ, അല്ലെങ്കിൽ ഹൈഡ്രോതെർമൽ വെൻസ്, അല്ലെങ്കിൽ ജലാശയത്തിനടിയിലുള്ള ഉഷ്ണനീരുറവകൾ ഇല്ല, അങ്ങനെയുണ്ട്. അപ്പോൾ തെർമൽ സ്പ്രിങ്ങുകൾ ചൂട് ഉഷ്ണ ഉറവുകളും, അല്ലെങ്കിൽ ഉഷ്ണുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂകമ്പമുള്ള പ്രദേശത്തിന്റെ നിലത്തൊക്കെല്ലാം തന്നെ ഇങ്ങനെ പൊട്ടിയിട്ട് ആവി ഇങ്ങനെ പുറത്തേക്കുകയും വെള്ളം ഒലിച്ചു പോവുകയും ചെയ്യും. കടന്റെ അടിയിൽ ഇത് കാണും. അപ്പൊ അതാണ് ഹൈഡ്രോതെർമൽ വെന്റുകൾ എന്നൊക്കെ വിളിക്കുന്നതെല്ലാം തന്നെ മോർ ദാൻ 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. അതൊക്കെ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയിക്കുക. നിങ്ങള് ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില കുളങ്ങളൊക്കെ വെള്ളം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അടുത്തൊക്കെ അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ട്, തിളച്ച വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒലിക്കുന്നതാണ് മത്സരങ്ങൾ. ഇനി ടെമ്പറേച്ചർ ജീവജാലങ്ങളെ അഫക്ട് ചെയ്യുന്നുണ്ടോ, അതാണ് ചോദ്യം. വെദർ ടെമ്പറേച്ചർ ഈസ് എ ഫാക്ടർ ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ലിവിംഗ് കമ്പോണന്റ്. നമ്മൾ പഠിക്കുന്നതാണ്, വി ആർ സ്റ്റഡിങ് അബൌട്ട് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് കമ്പോണന്റ്. അതല്ലേ, അത് നമ്മൾ അതിനെ പഠിച്ചത്. ഇക്കോളജി ഇസ് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടർ ആൻഡ് ബയോട്ടിക് ഫാക്ടർ ആൻഡ് എമംഗ് ബയോട്ടിക് ഫാക്ടർ. അത് പറഞ്ഞു അല്ലെ. ബയോട്ടിക് ഫാക്ടർ പരസ്പരവും അബയോട്ടിക് ഫാക്ടർ നമ്മുടെ ഇന്ററാക്ഷൻ ആണ് നമ്മൾ ഇക്കോളജി പഠിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ടെമ്പറേച്ചർ അബയോട്ടിക് ഫാക്ടർ ആണ്, ഇത് ജീവജാലങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടോ? ഉണ്ട്. പറഞ്ഞ എക്സാമ്പിൾ ഇട്ടുള്ളൂ. മാംഗോ ഇസ് നോട്ട് പ്രസന്റ് ഇൻ കാനഡ ആൻഡ് ജർമ്മനി. നിങ്ങൾ കാനഡ ജർമ്മനി പോയി കഴിഞ്ഞാൽ മാവിനെ കിട്ടത്തില്ല, മാങ്ങ. കാരണം അത് ഉഷ്ണമേഖലാ പ്രദേശത്ത് വളരുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ആ സസ്യത്തിന്റെ ജീവിതത്തെ ചൂട് അഫക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആൾസോ സ്നോ ലെപ്പേർഡ് ഇസ് നോട്ട് ഇൻ കേരള. സ്നോ ലെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ഹിമപ്പുലി. ഹിമപ്പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ പ്രദേശങ്ങളെ കാണപ്പെടും അല്ലേ, മഞ്ഞിൽ കാണപ്പെടുന്ന ഒരു പുലിയാണ്. അത് കേരളത്തിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഭക്ഷണം കിട്ടാനില്ല, അത് മണ്ണില്ല, അതെ പിടിച്ചുകൊണ്ട് പോകും. അല്ല, അതിവിടുത്തെ ടെമ്പറേച്ചർ പിടിക്കത്തില്ല. അപ്പൊ ജീവജാലങ്ങളുടെ ലൈഫിനെ ടെമ്പറേച്ചർ ബാധിക്കുന്നു എന്നല്ല എന്റെ അർത്ഥം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ട്യൂണ ഫിഷ്. ട്യൂണ എന്ന് വെച്ചാൽ നമ്മുടെ
ഒരു മീനുണ്ടല്ലേ, ടൂണ ഫിഷ് ആർ നോട്ട് ബിയോണ്ട് ട്രോപ്പിക്കൽ ഓഷൻസ്. അതായത് ഉഷ്ണമേഖല കടൽത്തീരത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തണുത്ത പ്രദേശത്തൊന്നും ചൂണ കണ്ടെത്തില്ല. അതുകൊണ്ടാണ് കേരള കടൽത്തീരത്ത് അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലൊക്കെ ഈ ചൂരയുടെ വന്ന് അയ്യര് കളിയാണ്. അതേസമയം മറ്റു രാജ്യങ്ങളത് കിട്ടത്തില്ല. അതുകൊണ്ട് അവർ കയറ്റിയിരിക്കുക ചെയ്യുന്നത് ചൂരയെ. കാരണം തണുപ്പ് രാജ്യങ്ങളൊന്നും ചൂര കിട്ടത്തില്ല, മത്സ്യം മുന്നോട്ട് പോവില്ല, ഇവിടാണ് കാണപ്പെടുന്നത്. അതിന് ഉഷ്ണ ജലപ്രവാഹം അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള കടൽ, ചൂടുള്ള കടലാണെന്ന് ഇഷ്ടം. സോ ട്യൂണ ഈസ് നോട്ട് seen beyond the tropical ocean and temperature affect the metabolism in animals. ടെമ്പറേച്ചർ മെറ്റബോളിസത്തിന്റെ അനിമൽസിന്റെ മെറ്റബോളിസം അഫക്ട് ചെയ്യുമോ? ചെയ്യും. കാരണം നമ്മുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 38 ഡിഗ്രിയാണ്. ആ ടെമ്പറേച്ചർ മാത്രമേ നമ്മുടെ ശക്തി എൻസൈം പ്രവർത്തിക്കത്തുള്ളൂ. നിങ്ങൾ അധികഠിനമായ ചൂടിലേക്കോ അധികഠിനമായ തണുപ്പിലോ കൊണ്ടിട്ട് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ താങ്ങുകയില്ല, നിങ്ങൾ ചത്തു. കാരണം എന്താണ്? നിങ്ങളുടെ എൻസൈം പ്രവർത്തിക്കത്തില്ല, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ അതേപോലെ നിന്നില്ലെങ്കിൽ നിങ്ങൾ ചത്തുപോകും. അതുകൊണ്ടാണ് നിങ്ങൾ വിറച്ചോ വിയർത്തോ ഒക്കെ തന്നെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ മഞ്ഞിനകത്തുള്ള കുഴിച്ചിട്ടൊന്ന് ചൂടായാൽ വിയർത്താലും വിറച്ചാലും ഒന്നും ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അവിടെ എൻസൈം പ്രവർത്തിക്കാതെ പോലും നമുക്ക്. സോ വി ക്യാൻ സേ ദാറ്റ് ടെമ്പറേച്ചർ അഫക്റ്റ് മെറ്റബോളിസം ഇൻ അനിമൽസ്. അതനുസരിച്ച് ജീവജാലങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളാണ് കുറിച്ച് വെച്ചത്, ഞാൻ എഴുതുന്നില്ല. അടുത്തത് ഈ ടെമ്പറേച്ചർ അതിന്റെ അഫക്റ്റ് അനുസരിച്ച് ഒന്ന് യൂറി തെർമൽ ഓർഗൻസ്, മറ്റൊന്ന് സ്റ്റീനോ തെർമൽ ഓർഗൻസ്. യൂറി തെർമൽ ഓർഗൻസ് ഒന്നും സ്റ്റീനോ തെർമൽ ഓർഗൻസും ഉണ്ടാക്കുക. അതായത് ചില ജീവജാലങ്ങൾക്ക് കഠിനമായ ചൂട് ജീവിക്കാൻ കഴിയും. ദോസ് ഓർഗൻസ് വിച്ച് ക്യാൻ സർവൈവ് ഇൻ ഹൈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒട്ടകത്തിനെ എടുത്തുകൊണ്ട് മരഭൂമി കൊണ്ട് ഭയങ്കര ചൂടാണ്, നോ പ്രോബ്ലം. അല്ലേ, അതിന് പ്രശ്നമില്ല. കളി പിടിച്ചെടുത്ത് നിങ്ങൾ മരുഭൂമി കൊണ്ട് കണ്ടു, നോ പ്രോബ്ലം. ചെമ്പറ്റ് കൊണ്ട് കണ്ടു, വാഴിക്കും. പശുവിനെ കൊണ്ട് മരുഭൂമി കൊണ്ടിട്ട് അവിടെ. അപ്പോൾ ചില ജീവജാലങ്ങൾക്ക് ഹൈ ടെമ്പറേച്ചർ സർവൈവ് ചെയ്യും. അല്ലേ, അത്ര ഓർഗൻസ് വിളിക്കാനാണ് യൂറി തെർമൽ ഓർഗൻസ്. യൂറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി അഥവാ ഹൈ എന്നാണ് അർത്ഥം, വൈഡ് എന്നാണ്. യൂറി തെർമൽ ഓർഗൻസ് സർവൈവ് അറ്റ് എക്സ്ട്രീം ടെമ്പറേച്ചർ. കഠിനമായ ചൂട് നിലനിൽക്കാൻ കഴിഞ്ഞ ജീവികളൊക്കെയാണ് യൂറി തെർമൽ ഓർഗൻസം. ആൻഡ് സ്റ്റീനോ തെർമൽ ഓർഗൻസം സർവൈവ് ഓൺലി ഇൻ ദ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അല്ലേ, നമ്മുടെ കാണുന്ന ചെമ്പരത്തിയും മുറ്റു നട്ടുന്ന ചെടികളെ വാഴയെല്ലാം തന്നെ സ്റ്റീനോ തെർമൽ ഓർഗനിസമാണ്. എന്നാൽ കള്ളുകുഴിച്ചിരി ഒരു യൂറി തെർമൽ ഓർഗനിസമാണ്. പശുവും കാളയും പോലത്തും എല്ലാം തന്നെ സ്റ്റീനോ തെർമൽ ഓർഗനിസം ആയപ്പോൾ ഒട്ടകം ഒരു യൂറി തെർമൽ ഓർഗനിസമാണ്. പരീക്ഷയിൽ ചോദിച്ചേക്കാം, വാട്ട് ഈസ് യൂറി തെർമൽ ആൻഡ് സ്റ്റീനോ തെർമൽ. തമ്മിൽ തിരിഞ്ഞു വരുന്നത് ദോസ് ഓർഗനിസം വിച്ച് ക്യാൻ സർവൈവ് ഇൻ ഹൈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കാൾഡ് യൂറി തെർമൽ ഓർഗനിസം. യൂറി എന്ന് വെച്ചാൽ വൈഡ് എന്നാണ് അർത്ഥം. ആൻഡ് സ്റ്റീനോ മീൻസ് നാരോ. ആൻഡ് ദോസ് ഓർഗനിസം വിച്ച് ക്യാൻ സർവൈവ് ഓൺലി ഇൻ നാരോ തെർമൽ കണ്ടീഷൻ ഇസ് കാൾഡ് സ്റ്റീനോ തെർമൽ ഓർഗനിസം. എക്സാമ്പിൾ പുസ്തകത്തിൽ പറയുന്നില്ല, എക്സാമ്പിൾ എത്ര കൂടി എഴുതാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ ജീവജാലങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് തന്നെയല്ലേ. അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ രണ്ടും ജന്തുക്കൾ ഉണ്ടായിരുന്നില്ല, അതിന് അങ്ങനെ ഉണ്ടാകത്തില്ല. നമ്മൾ പഠിച്ചത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലിവിംഗ് ഓർഗനിസം ആൻഡ് അബയോട്ടിക് കമ്പോണന്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. ടെമ്പറേച്ചർ ജന്തുക്കളെ ബാധിക്കുന്നു. ചില ജന്തുക്കൾക്ക് കഠിനമായി ചൂട് ജീവിക്കാൻ ഒക്കുന്നില്ല, ചിലത് കഠിനമായി ചൂട് ജീവിക്കാൻ കഴിയുന്നു, ചിലത് തണുപ്പുള്ള പ്രദേശം കാണുന്നു, ചിലത് കാണുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ലൈഫ് ഓഫ് ഓർഗനിസം. ഓക്കെ, അതാണ് പോയിന്റ്. നമ്മൾ അവിടേക്കാണ് പോകേണ്ടത്. പോയിന്റ്സ് എല്ലാം പറഞ്ഞ ശേഷം അതിന്റെ കൺക്ലൂഷൻ എന്താണ്? സോ ദാറ്റ് വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് അബയോട്ടിക് കമ്പോണന്റ് ടെമ്പറേച്ചർ ഈസ് അഫക്റ്റിംഗ് ദ ബയോട്ടിക് കമ്പോണന്റ്. അപ്പൊ ഇക്കോളജിയാണ് ചെയ്യുന്നത്. ഇക്കോളജി സ്റ്റഡി എടുത്താണ്. സ്റ്റഡി എടുത്ത് ഒരു റിപ്പോർട്ട് എഴുതി വെക്കുകയാണ് ഞാൻ, അല്ലേ. ഒരു അബയോട്ടിക് കമ്പോണന്റ് ടെമ്പറേച്ചർ ബയോട്ടിക് കമ്പോണന്റ് ആയ ലൈഫിനെ ജീവജാലങ്ങളെ ബാധിക്കുന്നു. അടുത്ത അബയോട്ടിക് കമ്പോണന്റ് വാട്ടർ. ഇതൊരു അബയോട്ടിക് കമ്പോണന്റ് ആണ്. ജന്തുക്കളെ ബാധിക്കുന്നുണ്ടോ എന്നൊരു സ്റ്റഡി നടത്താം, നോക്കാം. ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ വാട്ടർ. ശരി, വെള്ളത്തിലാണ് ജീവജാലങ്ങൾ ആദ്യം ഉണ്ടായത്. വെള്ളത്തിലാണ് ജീവൻ ആദ്യം ഉണ്ടായത്. ജീവനെ ആദ്യം എങ്ങനെ ഉണ്ടാകും? ഇക്കോളജിയിലും എവല്യൂഷൻ അതെന്ന് പഠിക്കും, 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. Then desert animals adapted to live in low water. അവിടെയുണ്ട് ചില ഡെസേർട്ട് എലിമെന്റ്സ് വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ, കുറഞ്ഞിട്ടും ജീവിക്കാൻ വേണ്ടി അഡാപ്റ്റേഷൻ നേടിയിട്ടുള്ളതാണ്. ഒട്ടകത്തിന്റെ കഴിവ് അറിയാമല്ലോ. ഒരു ടാർ വീപ്പയുടെ അത്രയും വെള്ളം 10 മിനിറ്റിനോട് വലിച്ചാൽ പിടിക്കും. ടാർ വീപ്പ 50 ലിറ്ററാണ്. പക്ഷെ 50 ലിറ്റർ വെള്ളം കുടിച്ച് ഒട്ടകം 50 ലിറ്റർ മൂത്രം ഒഴിക്കില്ല. 1/2 ലിറ്റർ മൂത്രം ഒരു ദിവസം ഒഴിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അത് ലോ റേറ്റിലാണ് ശ്വസിക്കുന്നത്, ജലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഒരു 10 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വയറുള്ളൂ. പക്ഷെ ഒട്ടകത്തിന്റെ കാഷ്ടം പോലെ പാറ പോലെ അങ്ങനെയല്ല വെള്ളം സെർവ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് അഡാപ്റ്റേഷൻ. സോ ഡെസേർട്ട് ആനിമൽസ് അഡാപ്റ്റഡ് ടു ലിവ് ഇൻ ലോ വാട്ടർ.
Then plant productivity depend on the water and its distribution. അല്ലേ? പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി എന്തുകൊണ്ട് ആശ്രയിച്ചിരിക്കുന്നു? വെള്ളത്തിന്റെ ലഭ്യത ആയിട്ട് ആശ്രയിച്ചിരിക്കല്ലേ. ജലം നിങ്ങൾ എന്തെല്ലാം വളവും ചെടിക്ക് ഇട്ട് കൊടുത്താലും വെള്ളം അല്ലെങ്കിൽ അത് കായ്ക്കും അല്ലെങ്കിൽ വലുതാവുമോ ഇല്ല. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ അതിനനുസരിച്ചിരിക്കുന്നു. ചില ചെടികൾ വെള്ളം നടത്തി വളരെ വാഴ കൊണ്ട് കണ്ടിട്ട് വെള്ളം ഒഴിച്ചില്ല ഉറങ്ങിപ്പോയില്ലേ. അതേസമയം മരുഭൂമി നിങ്ങൾ കല്ലുകൊടി കൊണ്ടിട്ടാലോ അല്ലെങ്കിൽ ഈന്തപ്പനം കൊണ്ടിട്ടാലോ വലുതാവും. അപ്പോൾ ചെടികളുടെ വിതരണവും അവയുടെ പ്രൊഡക്ടിവിറ്റിയും ആരെ ആശ്രയിച്ചിരിക്കുന്നു? വെള്ളത്തിന്റെ പേരെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് ചർച്ച ചെയ്യുന്നത്? വെദർ വാട്ടർ ഈസ് എ കമ്പോണന്റ്, എ നോൺ ലിവിംഗ് കമ്പോണന്റ് അഫക്ട് ദ ലൈഫ് ഓഫ് ലിവിംഗ് കമ്പോണന്റ്. ചിന്തിക്കുന്നു. അക്വാട്ടിക് ഓർഗാനിസംസ് ഫേസസ് ഓസ്മോട്ടിക് നേച്ചർ ഓഫ് വാട്ടർ. ചില അക്വാട്ടിക് ഓർഗാനിസം അവ ജീവിക്കുന്നത് തന്നെ വെള്ളത്തിന്റെ ഓസ്മോട്ടിക് നേച്ചർ അനുസരിച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിന്റെ അളവ്. വെള്ളത്തെ രണ്ടാം തരത്തിൽ കടലുള്ളവും ഉൾനാടൻ ജലവും അല്ലേ, അല്ലെങ്കിൽ കരയിലെ ജലവും. രണ്ടും വ്യത്യാസം എന്താ? കരയിലെ ജലത്തിൽ ഉപ്പിന്റെ അളവ് കുറവാണ്, കടലിലാണെങ്കിൽ ഉപ്പിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ അതനുസരിച്ച് മത്സ്യങ്ങളുടെ ജീവിത രീതി മാറിയില്ലേ? കടലിലെ മത്സ്യങ്ങൾ കരയിലുള്ള ജലത്തിലുണ്ടോ? ഉൾനാടൻ ജലാശയങ്ങളുണ്ടോ? കുളങ്ങളിലുണ്ടോ? ഇല്ല. നദികളിലും കുളങ്ങളിലുള്ള മത്സ്യങ്ങളിലും കടലിലില്ല, കടലിലുള്ള മത്സ്യങ്ങളിലും നദിയിലും കടലിലും ഇല്ല അല്ലെ. ഏതൊക്കെ കാരണവശാല് ശുദ്ധജല മത്സ്യത്തെ പിടിച്ച് ഉപ്പുവെള്ളത്തിലിട്ടാൽ ചത്തു. ഇനി കടലിലെ മത്സ്യത്തെ കൊണ്ട് ശുദ്ധജലത്തിലിട്ടാൽ ചത്തു. അപ്പൊ അവരുടെ ജീവിതത്തിനെ ആശ്രയിച്ചിരിക്കുന്നു വെള്ളത്തിന്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്. സോ ഫോർ എക്സാമ്പിൾ, ശുദ്ധജലം എന്ന് നമ്മൾ പറയുന്ന കരയിലെ വെള്ളത്തിനകത്ത് എത്രത്തോളം ഉപ്പെന്ന് വെച്ചാൽ 5 പാർട്ട് ഇൻ 1000 ആണ്. 1000-ൽ 5 പാർട്ടാണ്. അതായത് 1000 മോളിക്കൂൾ എടുത്താൽ 5 മോളിക്കൂൾ ഉപ്പായിരിക്കും എന്നാണ്. പക്ഷെ കടലിലത് എത്രയാണ്? 30 മുതൽ 35 വരെയാണ്. 1000-ൽ 30 മുതൽ 35 പാർട്ട് എന്താണ് കടലിലെ വെള്ളത്തിൽ ഉപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മത്സ്യങ്ങൾ രണ്ടാം തരംതിരിക്കുക. എന്താണ്? ചില മത്സ്യങ്ങൾ ധാരാളം ഉപ്പിൽ ജീവിക്കുന്നു, കടൽ മത്സ്യങ്ങൾ. എന്നാൽ ചില മത്സ്യങ്ങൾക്ക് ഉപ്പ് കുറഞ്ഞ അവസ്ഥയിൽ ജീവിക്കാൻ കഴിയും. അതായതാണ് ഉൾനാടൻ ജലാശയങ്ങളിലെ ശുദ്ധജല മത്സ്യങ്ങൾ. അപ്പൊ നമുക്ക് അവയെ രണ്ടാം തരംതിരിക്കാം. സം ആർ ഹൈപ്പർ ഹലായ്. പിന്നെ വേറെ ചില കടലുകളുണ്ട്, ചാവുകടൽ. അത് ഭയങ്കര ഉപ്പാണ്, അവിടെ ഉണ്ട് മത്സ്യങ്ങൾ. അപ്പോൾ ഭയങ്കര ഉപ്പിൽ ജീവിക്കാൻ കഴിയുള്ള മത്സ്യങ്ങളുണ്ട്, മോഡറേറ്റ് ഉപ്പിൽ ജീവിക്കാൻ കഴിയുള്ള മത്സ്യങ്ങളുണ്ട്, ഉപ്പ് തീരെ കുറഞ്ഞത് ജീവിക്കാനുള്ള മത്സ്യങ്ങളുണ്ട്. അങ്ങനെ ജീവജാലങ്ങളെല്ലാം തന്നെ ആര് ബാധിക്കുന്നുണ്ട്? വെള്ളവും അതിലടങ്ങിയിരിക്കുന്ന ഓസ്മോട്ടിക് ഘടകങ്ങൾ അഥവാ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇതും ബാധിക്കുന്നു എന്നാണ് അർത്ഥം. ക്യാൻ ലിവ് ഇൻ ഹൈ സലൈൻ കണ്ടീഷൻ. അതനുസരിച്ച് രണ്ടായി പേര് കൊടുക്കാം. ദോസ് ഓർഗാനിസം ക്യാൻ ലിവ് ഇൻ ഹൈ സലൈൻ കണ്ടീഷൻ ഇസ് കാൾഡ് യൂറിക് ഹലൈൻ. And those which can survive in low salt condition is called stenohyle. ഒരേ വാക്ക് തന്നെയാണ്. മറ്റേത് തെർമൽ, ഇവിടെ ഹലൈൻ, ഹാലോഫൈൽസ് പഠിച്ചിട്ടുണ്ടോ? ഉപ്പിൽ ജീവിക്കുന്ന വാക്കുകളാണ് ഹാലോഫൈൽസ്. അപ്പോൾ ഹാലോഫൈൽസ് അതിന് ഹലൈൻ എന്ന് വെച്ചാൽ ആ വാക്കിനർത്ഥം സാൾട്ട് എന്നാണ്. സോ വാട്ട് ആർ stenohyle and what are urihale? Urihales are organisms which can survive in high salty condition. Example, sea fish. What are stenohyle organisms? They are freshwater fish. They can survive only in low salty condition. അപ്പോൾ രണ്ടു വാക്കും വേണ്ടി കിട്ടിയല്ലോ, യൂറിഹലൈനും സ്റ്റീനോഹലൈനും. നേരത്തെ പഠിച്ചതാണ് യൂറി തെർമലും സ്റ്റീനോ തെർമലും. അപ്പോൾ ഇത് നമ്മൾ തെളിയിച്ചു, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ജീവിതത്തെ വെള്ളം ബാധിക്കുന്നുണ്ട്, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പും ബാധിക്കുന്നുണ്ട്. അപ്പോൾ we are discussing, we are trying to find out whether there is a relation between this interaction between living and non-living compounds such as water and this living compound. അല്ലേ? അപ്പം തെളിഞ്ഞല്ലോ. അടുത്ത ഘടകത്തിലോ നെക്സ്റ്റ് വൺ ഈസ് ലൈറ്റ്. ലൈറ്റ് ജീവജാലങ്ങളെ ബാധിക്കുന്നുണ്ടോ? അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാമോ? നോക്കാം. ലൈറ്റ് ഇറ്റ് ഈസ് യൂണിറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. തീർന്നു. ഭൂമി ലൈറ്റ് ഇല്ലെങ്കിൽ തീർന്നു അല്ലേ? അപ്പൊ നമ്മളതിനെ ഈ ചെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ അവിടെ തന്നെ തുടങ്ങുന്ന ആൾക്കാരുടെ ചിന്ത എന്താ? വെളിച്ചമില്ലാതെ എങ്ങനെ ചെടികൾ വെളിച്ചമുണ്ടെങ്കിൽ ചെടികൾ ജീവിക്കും. കാരണം ദീസ് പ്ലാന്റ്സ് ദേ കണ്ടക്ട് ഫോട്ടോസിന്തസിസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ല. അപ്പോൾ ലൈറ്റ് ഇസ് യൂണിറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. അങ്ങനെ ഫോട്ടോ നടത്തിയാൽ മാത്രമേ അവർ ആരാധത്തുള്ളൂ. ഓട്ടോട്രോപ്പ്, സ്വപോഷികളാവണമെങ്കിൽ അവര് ഫോട്ടോസിന്തസിസ് നടത്തിയിരിക്കണം അല്ലേ? സോ ദാറ്റ് ഈസ് യൂണിറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. Then herbs and shrubs are adapted to do photosynthesis in low light as they are covered by canopy of trees. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വൃക്ഷങ്ങൾക്ക് ഒരുപാട് ലൈറ്റ് വേണം, അതുകൊണ്ടാണ് വലുതായിട്ട് മുകളിൽ പോയിരിക്കുന്നത്. നമ്മൾ ഈ വൃക്ഷങ്ങൾ അതിനായിട്ട് മുകളിൽ പോകുന്ന വെച്ചാൽ അവർക്ക് കൂടുതൽ ലൈറ്റ് വേണ്ടിയിട്ട്, അല്ലാതെ ചുമ്മാ തമാശക്ക് വളരുന്നതല്ല. ഒരു മോർ ലൈറ്റ്, സോ ദി ഹാവ് ടു ഗ്രോ എബോവ്. അങ്ങനെയൊക്കെ ഒരുപാട് ലൈറ്റ് വേണം, അതുകൊണ്ടാണ് വേറെ വേണ്ടിപ്പോയിരിക്കുന്നത്. പക്ഷെ അപ്പൊ അതിന് താഴെ നിന്ന് കൊച്ചു കൊച്ചു ചെടികൾ എന്ത് ചെയ്യും? അയ്യോ അവർക്ക് ജീവിക്കണ്ടേ? അപ്പൊ അവരെന്തിനാ അഡാപ്റ്റ് ചെയ്തു? ദേ അഡാപ്റ്റഡ് ടു സർവൈവ് ഇൻ ലോ ലൈറ്റ്. കുറച്ച് ലൈറ്റ് അവർ കിട്ടും, കാരണം വെളിച്ചം കടന്നതിനടുത്തേക്ക് കുറഞ്ഞു.
അപ്പൊ അതിൽ തന്നെ ജീവിക്കാൻ അവർ ഒരു കഴിവ് നേടി. അതുകൊണ്ടാണ് ചേമ്പ്, ചേന, പുല്ലുവർഗ്ഗങ്ങളുടെ തറയിൽ തന്നെ വളർന്നാൽ പോലും അത് ജീവിക്കുന്നത്. കാര്യം എന്താ? അതിന് അത്ര ലൈറ്റ് മതി. അങ്ങനെ ജീവിച്ചപ്പം അത് കുറച്ച് ലൈറ്റ് ഇടുന്ന ചെടികൾ ചെറുതായി പോകും. എന്നുവെച്ചാൽ കൂടുതൽ ലൈറ്റ് എടുത്ത പുല്ല് വരുന്നല്ല, ജന്തുവായ ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ സം പ്ലാന്റ്സ് ലൈക്ക് ഹെർബ് ആൻഡ് ഷെബ്, ഹെർബും ഷെബും അറിയാം. ഹെർബ് കുറ്റിച്ചെടികൾ, ഷെബ് കുറ്റിച്ചെടികൾ, ഹെർബും ചെറിയ ചെറിയ പുല്ലുവർഗ്ഗങ്ങൾ, ഇവയെല്ലാം തന്നെ കുറഞ്ഞ ലൈറ്റിൽ ജീവിക്കാനുള്ള കഴിവ് നേടിയെടുത്തു. സോ ഹെർബ് ആൻഡ് ഷെബ്സ് ആർ അഡാപ്റ്റഡ് ടു do photosynthesis in low light as they are covered by canopy of trees. Canopy എന്ന് ചേർത്ത് ഈ വൃക്ഷങ്ങളുടെ മുകൾ തട്ടിനെയാണ് കാനപ്പി എന്ന് പറയുന്നത്. ഇത് ഒരു ആൽമരത്തിന്റെ മുകൾ ഭാഗത്ത് ഈ തട്ടിനെയാണ് കാനപ്പി, അപ്പർ കാനപ്പി എന്ന് പറയും. കാനപ്പി മുകൾ തട്ട്. നമ്മൾ ഹെലികോപ്റ്ററിൽ പോയി മരത്തിന് മുകളിൽ താഴോട്ട് പോയി കാണുന്ന മുഴുവൻ ആ മരത്തിന്റെ കാനപ്പി മാത്രമേ കാണാം, തടിയോ തറയൊന്നും കാണാൻ. അതാണ് കാനപ്പി. അടുത്തത് ബിലോ 500 മീറ്റേഴ്സ് ഇൻ ദ സീ. കടലിന്റെ അടിയിൽ 500 മീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെളിച്ചം പോലും അല്ലേ, അവിടെ സസ്യങ്ങളില്ല. പക്ഷെ അവിടെ ജന്തുക്കളുണ്ട്. ദേ അഡാപ്റ്റഡ് ടു സർവൈവ് ബൈ ഈറ്റിംഗ് ബൈ ഡെഡ് മെറ്റീരിയൽസ് ഓഫ് ഫുഡ് ദാറ്റ് ഈസ് ഫാളിംഗ് ഇൻ ടു ദ ലൈറ്റ് റീജിയൻ. പ്രകാശമുള്ള ഭാഗത്തുള്ള ജന്തുക്കൾ ചത്ത് താഴേക്ക് വീഴുമ്പോഴോ അല്ലെങ്കിൽ അവിടെയുള്ള സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടത്തിയതിന്റെ ഫലമായിട്ടും കിട്ടിയ ഊർജവുമായി താഴേക്ക് വരുന്ന ജീവജാലങ്ങളുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് below 500 meters in the sea it is dark and organism not taking energy from sun. സൂര്യ തൊട്ട് എനർജി എടുക്കുന്നില്ല and depend on dead remains as food. അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് കടലിന്റെ 500 അടി താഴെയുള്ള മത്സ്യങ്ങൾ സൂര്യപ്രകാശം ആശ്രയിക്കാതെ ജീവിക്കുന്നത്? അവർക്ക് മുകളിൽ നിന്ന് ഭക്ഷണം കിട്ടും. അപ്പൊ സൂര്യപ്രകാശം ആശ്രയിക്കാതെ അത്രയും ജന്തുക്കൾക്ക് വരെ അഡാപ്റ്റേഷൻ ഉണ്ട്. അവർക്ക് കണ്ണൊന്നുമില്ല. കാരണം എന്താ? വെളിച്ചമില്ലാത്തത് കണ്ണിന്റെ ആവശ്യമില്ല. എവല്യൂഷൻ തന്നെ സംഭവിക്കും. വെളിച്ചം ഇല്ലാത്തടത്ത് കണ്ണിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇരുട്ടുള്ള മുറി കയറി ഫുള്ള് ഇരുട്ടാണെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നു വെച്ചിട്ട് ഒന്നും ഉപയോഗമില്ല, കാഴ്ച കേട്ടോ ഇല്ല. അപ്പൊ കണ്ണ് എപ്പോഴും പ്രവർത്തിക്കും? ലൈറ്റ് ഉള്ളത് പ്രയോഗിക്കുള്ളൂ. അപ്പൊ ലൈറ്റ് നൂറ്റാണ്ടുകളായി കിട്ടാത്തതുകൊണ്ട്, തലമുറയായി കിട്ടാത്തതുകൊണ്ട് അവർക്ക് വേണ്ടാത്തൊരു അവയവം എന്ന രീതിയിൽ കണ്ണുകൾ രൂപാന്തരം പ്രാപിച്ച് നഷ്ടപ്പെട്ടു പോയി. എവല്യൂഷൻ തന്നെ സംഭവിക്കും. ഈ ഖനികളൊക്കെ ഖനികൾക്കുള്ളിലേക്ക് അകപ്പെട്ടു പോയി ചില തൊഴിലാളികൾ. പിന്നെ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും അവരെ രക്ഷിക്കുന്നത്. അപ്പോഴത്തേക്ക് അവരുടെ കാഴ്ചയെല്ലാം പരമാവധി കുറഞ്ഞു. കാരണം എന്താ? അവിടെ ഇരുട്ടാണ്, ഒന്നും കാണാനില്ല. അപ്പൊ കണ്ണിനകത്ത് മ്യൂട്ടേഷൻ സംഭവിച്ച് കാഴ്ചയ്ക്ക് ഗുണപരമായിട്ടുള്ള സെല്ലുകൾ നശിച്ചു പോയിട്ട് ഇരുട്ടിനെ അഡോപ്റ്റ് ചെയ്യേണ്ട സെല്ലുകൾ, അതാണ് അവിടുത്തെ കണ്ടീഷൻ. കണ്ണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ണുണ്ടോ കൊണ്ടുവരുന്നവരെ കണ്ണൊക്കെ മൂടി കെട്ടിയ കൊണ്ടുവരും. കാരണം അവരുടെ കണ്ണിനകത്ത് പ്രകാശത്തോട് പ്രതികരിക്കുന്ന സെല്ലുകൾ കുറഞ്ഞുപോയി. അപ്പം ഭയങ്കര വെളിച്ചത്തോടെ അവരുടെ കണ്ണ് മഞ്ഞിപ്പോകും. അതുകൊണ്ട് മൂടിക്കെട്ടി കൊണ്ടുവന്ന് 5-6 കുറേ ട്രീറ്റ്മെന്റേ കൊടുത്ത് പതുക്കെ പതുക്കെ എടുത്ത് വിടുക ചെയ്യും. അപ്പോൾ മണ്ണിനടിയിൽ, അതുകൊണ്ടാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്ന മണ്ണിലേക്കും അട്ടയ്ക്കൊന്നും ഇല്ലാത്തത്, കണ്ണില്ലാത്തത്. കാരണം അതിന്റെ ആവശ്യം ആൾവേസ് അങ്ങനെ നശിച്ചു പോവുക ചെയ്തു. അവ തിരിച്ചു വരും. അപ്പോ നോട്ട് ഡിപ്പെൻഡ് ഓൺ എനർജി ഫ്രം സൺലൈറ്റ്. അതുകൊണ്ട് തന്നെ അവർ കഴിക്കുന്നത് എന്താണ്? ഫ്രം ദ ഡെഡ് റിമെയിൻസ് ഫ്രം ദ ലൈറ്റ് റീച്ച്. ഇനി അടുത്ത നിങ്ങൾ വെയിൽ തുറങ്ങി നോക്കുമ്പോഴത്തോ അയ്യോ കറുപ്പും UV റേസ് അടിച്ചു പോകും, പൊള്ളിപ്പോകും എന്നൊക്കെ പറയുമല്ലോ. അപ്പം അവിടെ നിന്ന് പേടിക്കുന്നുണ്ടല്ലോ ആരെ ലൈറ്റിന്? UV rays make harm to animals. അൾട്രാവയലറ്റ് കിരണങ്ങൾ UVB, UVA, UVC, അത് B ആണ് ഏറ്റവും നീതലായിട്ടുള്ളത്. അതിന് പടി. അപ്പൊ UVB പോലെയുള്ള റേസ് വന്നിട്ട് നമുക്ക് സ്കിന്നിനൊക്കെ ഉണ്ടാകും, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാം അല്ല. അപ്പോൾ സൂര്യപ്രകാശം, പ്രകാശം ജീവജാലങ്ങളെ ബാധിക്കുന്നത് തെളിവാണ്. അതുപോലെ റെഡ് ആൽഗ, ബ്രൗൺ ആൽഗ, ഗ്രീൻ ആൽഗ ഇവയൊക്കെ കടലിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ വ്യത്യസ്ത തട്ടുകളിലാണ് കാണുന്നത്. റെഡ് ആൽഗ ഏറ്റവും മുകളിലായിരിക്കും, ബ്രൗൺ ആൽഗ മിഡിലായിരിക്കും, ഗ്രീൻ ആൽഗ ഏറ്റവും മുകളിലായിരിക്കും, ബ്രൗൺ ആൽഗ ഒരു മധ്യത്തായിരിക്കും, റെഡ് ആൽഗ താഴെയായിരിക്കും. കാരണം ഈ ലൈറ്റിന്റെ റേഡിയേഷൻ പെനിട്രേറ്റബിലിറ്റി അനുസരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ വ്യത്യസ്ത തട്ടുകൾ കാണപ്പെടും. അപ്പോൾ ഇതെല്ലാം ആരെ ബാധിക്കുന്നു, ആരെ അഫക്ട് ചെയ്യുന്നുള്ള തെളിവാണ്. ലൈറ്റ് ജീവജാലങ്ങളെ അഫക്ട് ചെയ്യുന്നു. there is an interaction between abiotic component light and biotic component living organism. അതാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. whether there is an interaction between these organisms such as abiotic component and biotic component. അടുത്ത ഫാക്ടർ ഇറ്റ്സ് കാൾഡ് സോയിൽ. സോയിൽ നാലാമത്തെ ഫാക്ടർ. ജീവജാലങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചിന്തിക്കാം. നേച്ചർ ഓഫ് ദ സോയിൽ ഡിഫറെന്റ് ഏരിയ. എങ്ങനെയാണ് ഒരു പ്രദേശത്തെ മണ്ണ് വ്യത്യാസപ്പെടും. ചിലത് ഭയങ്കര പാറയായിരിക്കും, ചിലത് ചെങ്കല്ലായിരിക്കും, ചിലത് ചുവന്ന മണ്ണായിരിക്കും, ചിലത് എക്കലായിരിക്കും. പലതരം മണ്ണുകൾ ഓരോ പ്രദേശത്തുണ്ടായിരിക്കും അല്ലേ. ആൻഡ് ഡിപ്പെൻഡ് ഓൺ ദ വെതറിംഗ് പ്രോസസ് ആൻഡ് ക്ലൈമറ്റ്. എങ്ങനെയാണ് ഒരു മണ്ണ് രൂപം കൊള്ളുന്നത്? അവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥയും അതുപോലെ പാറ പൊടിയുന്ന വിതറിംഗ് പ്രോസസ്, പാറ എങ്ങനെ പൊടിയുന്നു അതനുസരിച്ചാണ് അവിടെയുള്ള മണ്ണുകൾ രൂപം കൊള്ളുന്നത്. വേരിയസ് കമ്പോണൻസ് ഓഫ് സോയിൽ ആൻഡ് ഇറ്റ്സ് സൈസ് ഡിറ്റർമിൻ ദ
വെജിറ്റേഷൻ ഓഫ് ആൻ ഏരിയ. ഒരു മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും അവിടുത്തെ മണ്ണുമാണ് അവിടെയുള്ള വെജിറ്റേഷൻ തീരുമാനിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെജിറ്റേഷൻ തീരുമാനിക്കുന്നത് അവിടെയുള്ള വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് കമ്പോണൻസ് ഓഫ് ദ സോയിൽ ആൻഡ് സോയിൽ കമ്പോണൻസ് ഡിറ്റർമിൻ ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിന്റെ ജലത്തെ പിടിച്ചുള്ള കഴിവിനെ തീരുമാനിക്കുന്നത് വേരിയസ് കമ്പോണൻസ് ഓഫ് ദ സോയിൽ ആൻഡ് ഇറ്റ്സ് സൈസ് ആണ്. പാറ കൂട്ടത്തിനകത്ത് വെള്ളം ഒഴിച്ചാൽ തങ്ങിയിരിക്കും, പക്ഷെ നല്ല മണത്തിരിയാണെങ്കിലോ പിടിച്ചോളൂ. അല്ല ധാരാളം ജൈവവസ്തുക്കളുണ്ടെങ്കിലോ അത് സ്പോഞ്ച് പോലെ പിടിച്ചു വയ്ക്കും. ധാരാളം ചപ്പും ചോറും വീണ് അഴുകിയ മണ്ണാണെങ്കിലോ വെള്ളം അവിടെ തന്നെ നിൽക്കും അല്ലേ. മണലാണെങ്കിൽ ഊറിപ്പോകും, പാലാണെങ്കിൽ ഒട്ടുമില്ല ഒഴിയും. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ മണ്ണിനകത്തുള്ള ഘടകങ്ങളും അതിന്റെ സൈസുമാണ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. ആൻഡ് ആൾസോ ഡിറ്റർമിൻ ദ pH ആൻഡ് മിനറൽ കണ്ടന്റ് ആൻഡ് ടോപ്പോഗ്രഫി. ഒരു മണ്ണിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതിന്റെ pH, മണ്ണിന്റെ ഉപരിതല സ്വഭാവം, ടോപ്പോഗ്രഫി എന്ന് പറയും. ആൾസോ the pH value determine the nature of the soil. That soil determine the vegetation and animals. അപ്പോൾ ഒരു പ്രദേശത്തെ വെജിറ്റേഷൻ എന്തായിരിക്കും തീരുമാനിക്കുന്നത് അവിടുത്തെ മണ്ണിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്നാണ് തീരുമാനിക്കുന്നത് അതിലടങ്ങുന്ന ഘടകങ്ങളും മണ്ണിന്റെ സൈസുമാണ്. ഒപ്പം തന്നെ മണ്ണിന്റെ pH, മണ്ണിന്റെ ന്യൂട്രിയന്റിന്റെ ഘടകങ്ങൾ, മിനറൽ കണ്ടന്റുകൾ, അതുപോലെ തന്നെ ഉപരിതലത്തിന്റെ സ്വഭാവം, പരിവരുത്ത മണ്ണാണോ, നല്ല മണ്ണാണോ, അല്ലെങ്കിൽ ചുവന്ന മണ്ണാണോ, എക്കലടിഞ്ഞ മണ്ണാണോ, ഇതെല്ലാം കൂടെ ചേർന്നാണ് അവിടുത്തെ വെജിറ്റേഷൻ, സസ്യങ്ങളുടെ കൂട്ടത്തെ തീരുമാനിക്കുന്നത്. സസ്യങ്ങളുടെ കൂട്ടമാണ് അവിടുത്തെ ജന്തുക്കളെ തീരുമാനിക്കുന്നത്. പുൽമേടാണെങ്കിൽ ധാരാളം മാനുകളും മുയലുകളും കാണും അല്ലെ. പുല്ലില്ലേ, മരുഭൂമിയാണെങ്കിൽ വേറെ മൃഗങ്ങളാണ് വരുന്നത്. ഇനി വനമാണോ, വലിയ മൃഗങ്ങൾ വേറെ വരും അല്ലെ. അപ്പോൾ ഒരു വെജിറ്റേഷൻ ആണ് പ്രദേശം തീരുമാനിച്ചത്. ചുരുക്കം പറഞ്ഞാൽ മണ്ണ് ജീവജാലങ്ങളുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്ട് വിത്ത് സോയിൽ. ഡയറക്ട്ലി കണക്ട് വിത്തിട്ട് സോയിൽ ഈസ് ഡയറക്ട്ലി കണക്ട് വിത്ത് അനിമൽസുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ടൈപ്പ് ഓഫ് സെഡിമെന്റേഷൻ ഇൻ ദ വാട്ടർ ബോഡീസ് ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ബെന്തിക് അനിമൽസ്. ഒരു ജലാശയത്തിൽ തന്നെ അതിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചെളിയാണ് അതിന്റെ അടിത്തട്ടിൽ വളരേണ്ട മത്സ്യങ്ങളെ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ച് ബ്രാല്, കൊത്ത പോലുള്ള മീനുകളെ കൊണ്ടുവന്ന് ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇട്ടേക്കുക. സ്വിമ്മിംഗ് പൂളിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അവിടെ മണ്ണും ചെളിയൊന്നും ഇല്ലാത്ത സ്വിമ്മിംഗ് പൂളാണ്. അതിനകത്ത് കുറച്ച് ബ്രാലും കൊത്തം വിട്ടാൽ ജീവിക്കുമോ? ഇതിന്റെ കാണുന്ന അതിനോട് ചെയ്യുന്ന മണ്ണും ജലമൊന്നുമില്ല, അത് നശിച്ചു. അതേസമയം ധാരാളം ചെളി അടങ്ങിയ ഒരു കുളത്തിലാണ് ബ്രാലിനെയും കൊത്തയും വിടുന്നെങ്കിൽ അതിനകത്ത് ജീവിച്ചു. അപ്പോൾ ഇതാ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ് ടൈപ്പ് ഓഫ് സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ അടിഞ്ഞുകൂടിയ ചെളിയും മറ്റും ഓഫ് ദ വാട്ടർ ബോഡി ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ബെന്തിക് അനിമൽ. ബെന്തിക് എന്ന് വെച്ചാൽ അർത്ഥം ബെന്തിക് അനിമൽസ് എന്ന് വെച്ചാൽ അർത്ഥം അനിമൽസ് വെച്ച് ജീവനല്ല. ബോട്ടം ഓഫ് വാട്ടർ ബോഡീസ്, ജലാശയങ്ങളുടെ വെള്ളത്തിന്റെ അടിയിൽ ചെളിയിൽ ജീവിക്കുന്ന മൃഗങ്ങളെയാണ് ബെന്തിക് അനിമൽസ് എന്ന് വിളിക്കുന്നത്. ചില മത്സ്യങ്ങൾ വെള്ളത്തിന് മുകളിലാക്കി, ചില മാനത്ത് തന്നെ എപ്പോഴും ഇടാം, വെള്ളത്തിന് മുകളിലാക്കി. ചില മത്സ്യങ്ങൾ മറ്റ് തുടങ്ങിയ ഒഴുകി വീഴുക. അതായത് ഏറ്റവും വളരെ നിങ്ങൾ തന്നെ ഇപ്പോൾ അക്വരത്തിനകത്ത് പിന്നെ സക്രം തന്നെ മത്സ്യത്തിലുണ്ടെങ്കിൽ അത് ഏറ്റവും അടിയിൽ ഇങ്ങനെ തപ്പി ഒരിക്കലും മുകളിൽ വരാറില്ല. പക്ഷെ മാനത്തണ്ണി അതുപോലെ ചെറിയ ഗപ്പികളൊക്കെ മുകളിൽ കിടക്കും. വേറെ ഇടത്തരം മീനുകളൊക്കെ ഇടയ്ക്ക് ഒഴിക്കൊണ്ടുള്ളത്. ഓരോ സ്ഥലത്ത് കഴിയുന്ന മത്സ്യങ്ങളുണ്ട്. ജലാശയത്തിലാണെങ്കിൽ അങ്ങനെ കാണപ്പെടുന്നത്. അതിനാണ് ബെന്തിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് റെസ്പോൺസ് ടു അബയോട്ടിക് ഫാക്ടേഴ്സ്. ഏകദേശം ഇത്ര ഫാക്ടറെ കുറിച്ച് പഠിക്കുന്നു. ഇനി റെസ്പോൺസ് ടു അബയോട്ടിക് ഫാക്ടേഴ്സ്. അതായത് ഓർഗാനിസം മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് അണ്ടർ വേരിയിങ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതാണ് പറയുന്നത്. ജീവജാലങ്ങൾക്ക് ഒരു സ്ഥിരമായ ഇന്റേണൽ എൻവയോൺമെന്റ് കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് അണ്ടർ വേരിയിങ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഒന്നും നല്ല മനസ്സിലാക്കില്ല. അപ്പൊ നിങ്ങളിരിക്കുന്ന മുറിയിൽ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ 38 ഡിഗ്രി സെന്റിഗ്രേഡാണ്. അതാണ് നിങ്ങളുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലേ. നിങ്ങളുടെ മുറിയിൽ ചൂട് കൂടട്ടെ, പാന കോഫി ചെയ്ത് കറണ്ടൊക്കെ പോയി 40ആയി, 45ആയി, 50ആയി, പക്ഷെ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും 37 തന്നെ, 37 സംതിങ്, 38. അല്ലെങ്കിൽ ഭയങ്കര മഴ തണുക്കുകയാണ്, തണുത്ത് താഴോട്ട് പോയി നിങ്ങൾ അല്ലെങ്കിൽ മൂന്നാർ ഊട്ടിയിലോ പോയി ടെമ്പറേച്ചർ മൈനസാണ്, പക്ഷെ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ അതാണ് എന്ത് ഓർഗാനിസം ഹാവ് എബിലിറ്റി ടു കീപ്പ് ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ്, മേ ബി ടെമ്പറേച്ചർ ഓർ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ.
ഒന്നി ചൂടായിരിക്കും, അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ പറഞ്ഞാൽ ലവണങ്ങളുടെ ഘടനയാണ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. അതായത് നിങ്ങളിപ്പോൾ പച്ചമാങ്ങ കൂട്ടി കുറച്ച് ഉപ്പ് തിന്നെന്ന് വെച്ചോ, കുറച്ച് ഉപ്പ് എടുത്ത് പച്ചമാങ്ങ കൂട്ടി തിന്നു വെച്ചാൽ നിങ്ങൾ എന്ത് കൂടി ഉപ്പിൻ്റെ അളവ് കൂടി ഇവിടെ തന്നെ നിങ്ങൾക്ക് തോന്നും, ദാഹം തോന്നും. ഇതിനാണ് അത് വെള്ളം കൂടെ കുടിക്കുമ്പോൾ രക്തത്തിനകത്ത് രക്തം ഡൈല്യൂട്ട് ആവുകയും രക്തത്തിൽ പെർ യൂണിറ്റിൽ ഉള്ള സാൾട്ടിന്റെ അളവ് തുല്യമാകും. അപ്പോൾ 5 ലിറ്റർ ബ്ലഡിനകത്ത് നിങ്ങൾ 50 മില്ലി ബ്ലഡ്, 5 ലിറ്റർ ബ്ലഡിനകത്ത് 50 ഗ്രാം സാൾട്ടേ വരാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങളത് 60 ഗ്രാം സാൾട്ട് കഴിച്ചെന്ന് വെച്ചോളൂ. അപ്പം നിങ്ങൾ ഒട്ട 1 ലിറ്റർ വെള്ളം കുടിക്കും. അപ്പം 5 ലിറ്റർ ബ്ലഡിനകത്ത് 50 ഗ്രാം ഉണ്ടായപ്പോഴുള്ള കോൺസെൻട്രേഷൻ എത്രയാണോ അത് 60 ഗ്രാം സാൾട്ടിനകത്ത് 6 ലിറ്റർ ആകുമ്പോൾ തുല്യമായില്ല. അങ്ങനെ ബോഡി കീപ്പ് ചെയ്യും. അതാണ് ഉപ്പ് നിന്നും വെള്ളം കുടിക്കുന്നത് പഴഞ്ചൊല്ലൊക്കെ പറയുന്നത്. ഇതാണ് അതിന്റെ സയൻസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഘടകത്തിന്റെ പേര് ഇറ്റ് ഈസ് കാൾഡ് ഹോമിയോസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് നമുക്ക് എന്താണെന്ന് ഓർഗാനിസം മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് മേ ബി ടെമ്പറേച്ചർ ഓർ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ അണ്ടർ varying external environment is called homeostasis. ടെമ്പറേച്ചർ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. ക്ലിയർ ആയില്ല? പുറമേ ഉള്ള ടെമ്പറേച്ചറോ എങ്ങനെ വേരി ചെയ്താലും നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്റേണൽ ടെമ്പറേച്ചർ സ്ഥിരമായി നിലനിർത്തുന്ന ജീവജാലങ്ങളുടെ കഴിവിനെ വിളിക്കുകയാണ് ഹോമിയോസ്റ്റാസിസ്. ഇതനുസരിച്ച് എല്ലാ ജന്തുക്കളും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇതെങ്ങനെ ചെയ്യുന്നത്? ഇറ്റ് മേ ബി ഡൺ ഫിസിയോളജിക്കലി ബൈ സ്വെറ്റിംഗ് ഓർ ഷിവറിംഗ്. ഒന്നിൽ സ്വെറ്റിംഗ് നടത്തുക, വിയർക്കുക. ചൂടങ്ങോട്ട് കൂടുകയാണ്, അപ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ചൂടായിരിക്കുമ്പോൾ നിങ്ങൾ വിയർക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ശരീരത്തിൽ ജലാംശം പുറത്തേക്ക് വരും. ആ ജലാംശം പുറത്ത് അത് ആവിയായിട്ട് അങ്ങ് പോകുമ്പോൾ അതിനാവശ്യമുള്ള ചൂട് നിങ്ങളുടെ ബോഡി തന്നെ എടുക്കും, അല്ലേ? അങ്ങനെ നിങ്ങളുടെ ഈ അരി ബന്ധമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ അടപ്പ് പൊക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചൂടായിട്ടിരിക്കുമായിരിക്കും. അലുമിനിയം പാത്രത്തിൻ്റെ അടപ്പും അലുമിനിയം തന്നെയാണെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എടുത്ത് ആ പടത്തിൻ്റെ അടപ്പിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ആ വെള്ളം ആവിയായിട്ട് അങ്ങ് പോകും. അപ്പോൾ അടപ്പ് തണുക്കും. അപ്പോൾ വെള്ളം ആവിയാകാനുള്ള ചൂട് എവിടെ നിർത്തും? അടപ്പിൽ നിർത്തും. അതുപോലെയാണ് നിങ്ങളുടെ ശരീരം വിയർക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പുറത്തു വരുന്ന ജലകണങ്ങൾ ആവിയായി പോകാൻ എടുക്കുന്ന ചൂട് നിങ്ങളുടെ ബോഡിയിൽ നിന്നായിരിക്കും. അപ്പോൾ ബോഡി തണുക്കും. ഇനി വിറയ്ക്കുക, അല്ലെങ്കിൽ അന്തരീക്ഷണം അങ്ങോട്ട് കുറഞ്ഞു വെച്ചോളൂ. അവിടെ നിന്ന് നിങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. വിറയ്ക്കാന്ന് വെച്ചാൽ മസിലുകൾ തമ്മിൽ കൂട്ടി വരയുകയാണ്. നിങ്ങൾ രണ്ട് കൈ കൂട്ടി വെച്ച് അവിടെ വെച്ച് ചൂട് അറിയത്തില്ലേ? അതുപോലെ നിങ്ങൾ വിറയ്ക്കുമ്പോൾ മസിലുകൾ കൂട്ടി വരയും. അതിന് പരമായിട്ട് ടെമ്പറേച്ചർ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ബോഡി ടെമ്പറേച്ചർ സ്ഥിരമായിട്ട് is called homeostasis. Physically by shivering or sweating and artificially by AC യിലിരിക്കുക ആപൃതമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓടിപ്പോവാം. ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ ഓടിപ്പോട്ടെ അപ്പുറത്ത് പോയി എന്താണ് അല്ലെ ഭയങ്കര തണുപ്പ് ഈ അടുപ്പും കൂടി പോയിരിക്കട്ടെ ചൂട്. അങ്ങനെ ചെയ്യാം. അല്ലെ അങ്ങനെ ചെയ്യാം. അതിലെ കൃത്രിമമാണ്. ബോഡി ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾ ചിന്തിച്ച് ഓടുന്ന ചെയ്യാം. AC മേടിച്ച് വെച്ചു, അത് നിങ്ങളുടെ ബോഡി ചെയ്ത കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത കാര്യമാണ്. ഇതൊക്കെയാണെങ്കിൽ ഇതനുസരിച്ച് ജന്തുക്കളെ നമുക്ക് രണ്ടാം തരത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാ ജന്തുക്കളും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. അതോർത്തോ ഹോമിയോസ്റ്റാസിസ് അനുസരിച്ച് വി ക്യാൻ ക്ലാസ് ദി ഓർഗാനിസംസ് ഇൻടു ഒന്ന് റെഗുലേറ്റേഴ്സ്, മറ്റൊന്ന് കൺഫേമേഴ്സ്. റെഗുലേറ്റർ ആരാണെന്ന് പറഞ്ഞ ആശാന്മാരാണ്. ഇന്റേണൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിലനിർത്തുന്ന ആശാന്മാരാണ് റെഗുലേറ്റർ. അവർ പക്ഷേ ഇത്തിരി എനർജി ചിലവാകും. വിറയ്ക്കണമെങ്കിൽ ഇച്ചിരി എനർജി അങ്ങോട്ട് ചിലവാകും. വിയർക്കണമെങ്കിൽ കുറച്ച് എനർജിയൊക്കെ ചിലവാകും. അതുകൊണ്ട് ഇവര് എല്ലാ ജന്തുക്കളും ഇങ്ങനെ ആവത്തില്ല. ഈ മാമൽസും ചില ഫിഷസും ചില ലോവർ വെർട്ടിബ്രേറ്റ്സും ഒക്കെ അങ്ങനെ ആകാറുണ്ട്. അപ്പോൾ റെഗുലേറ്റേഴ്സ് ഇൻക്ലൂഡ് മാമൽസ് ആൻഡ് സർട്ടൻ ബേർഡ്സ് ആൻഡ് ലോവർ ഫിഷസ് അല്ല, ലോവർ വെർട്ടിബ്രേറ്റ്സ്. സർട്ടൻ മാമൽസ്, ബേർഡ്സ് ആൻഡ് ലോവർ വെർട്ടിബ്രേറ്റ്സ് ആർ റെഗുലേറ്റേഴ്സ്. വാട്ട് ആർ they? They keep controlling the body temperature and osmotic concentration by shivering or sweating or by having water drinking. അത് ഓർക്കണമെന്നില്ല. ഷിവറിംഗ് സ്വെറ്റിംഗ് ഓർക്കാം. വിറച്ചുകൊണ്ടോ വിയർത്തുകൊണ്ടോ ബോഡി ടെമ്പറേച്ചർ സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്ത് ജന്തുക്കളാണ് റെഗുലേറ്റേഴ്സ്. എന്നാൽ അതിന് ഇത്തിരി ചെലവ് കൂടും. നിങ്ങൾക്ക് തന്നെ അറിയാം, വിയർക്കണമെങ്കിലും വിറയ്ക്കണമെങ്കിലും ബോഡി ടെമ്പറേച്ചർ അല്ല, ബോഡിയിൽ നിന്ന് എനർജി പോകും. എനർജി അങ്ങനെ കൂളായി കളയാൻ എല്ലാ ജന്തുക്കളും ഇഷ്ടപ്പെടുന്നത്. കാരണം വളരെ കഷ്ടപ്പെട്ടാൽ എനർജി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചില ജന്തുക്കളുണ്ടെയോ അന്തരീക്ഷ ഉഷ്മാവ് മാറിയോ എവരും മാറ്റും. അന്തരീക്ഷമോ കൂടിയോ അവരും കൂട്ടും. കുറഞ്ഞോ കുറഞ്ഞു. ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ വെള്ളത്തിൽ തണുപ്പ് കൂടിയെന്ന് എഴുതി കിടന്ന് വരയ്ക്കൂ ഇല്ല. അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ വെള്ളത്തിൽ ചൂട് കൂടി വിയർക്കും ഇല്ല. അവരതനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ മാറ്റും. അങ്ങനെയുള്ള കളിക്കാണ് ഇത് കൺഫേമേഴ്സ്. Those organisms which change its temperature according to the varying external temperature. They are called the conformers. So
ഇപ്പോൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോയിങ്ങിന് 37°C ആണ് അല്ലേ, ബൈ ഷിവറിംഗ് ഓർ സെറ്റിംഗ്. സോ ദേ ക്യാൻ നിങ്ങൾ അന്റാർട്ടിക്കയിലോ അല്ലെങ്കിൽ സഹാറ മരുഭൂമിയിൽ ചെന്നാൽ നിങ്ങളുടെ ടെമ്പറേച്ചർ 37 തന്നെയായിരിക്കും. പക്ഷെ കൺഫേമേഴ്സ് എന്ന് പറയുന്നതാണ് കീപ് ദിയർ ബോഡി ടെമ്പറേച്ചർ അക്കോർഡിംഗ്ലി ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അല്ലാതെ സ്ഥിരമായി നിർത്തുന്നില്ല അല്ലേ കൺഫേമേഴ്സ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേമർക്ക് പ്രത്യേകിച്ച് എനർജി ചെലവൊന്നുമില്ല. വെളി ചൂടായി ഞാൻ ചൂടായി, വെളി തണുത്തു ഞാൻ തണുത്തു, ഇറക്കിയാൻ വേണ്ട ഇറക്കിയാൻ വേണ്ട. അപ്പൊ എനർജി സേവ് ചെയ്യാം അല്ലേ. അതുകൊണ്ട് ഭൂമിയിലുള്ള 99% ജീവജാലങ്ങളും പ്ലാന്റ്സും ആരാണ്? കൺഫേമേഴ്സ് ആണ്. 99% ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ കൺഫേമേഴ്സ് അല്ലേ. നമുക്ക് ഗ്രാഫ് വരച്ചു നോക്കാം. ഇത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ഇത് ഇന്റേണൽ എൻവയോൺമെന്റ്. ഇത് ടെമ്പറേച്ചർ ആണ്. 10, 20, 30, 40, 50, 60. ഇത് 10, 20, 30, 40, 50. ഇപ്പൊ ഒരു കൺഫേമർ ആണെങ്കിൽ അന്തരീക്ഷം എക്സ്റ്റേണൽ ടെമ്പറേച്ചർ 10 ആണ്, കൺഫേമറും 10 ആണ്. എക്സ്റ്റേണൽ 20 ആണ്, കൺഫേമർ 20. എക്സ്റ്റേണൽ 30, കൺഫേമർ 30 ആയി. എക്സ്റ്റേണൽ 40, കൺഫേമർ 40. സോ ടു ബി എക്സിസ് അല്ലേ. അങ്ങനെ ഇവിടെ വെളി 100 ആണോ, ഇയാൾ 100 ആക്കി. 100 വരത്തില്ല പറയാം. വെളി 50 ആണോ, ശരി ഇയാൾ 50. സോ ദിസ് ഈസ് കൺഫേമർ. പക്ഷെ മനുഷ്യന്റെ കാര്യം 37°. വെളിയിൽ എത്ര? 10. പക്ഷെ വെളി 20, 30, വെളി 30, 30, വെളി 40, 30. സോ റെഗുലേറ്റേഴ്സ്. പക്ഷെ ചോദിച്ചൂടെ ഗ്രാഫ്? സോറി, ഇനി ചില ജന്തുക്കളുണ്ട് ആദ്യകാലത്ത് കൺഫേമർ ആയിട്ട് ജീവിക്കും. ഇപ്പോ ആദ്യകാലത്ത് ഫോർ എക്സാമ്പിൾ ചില ചെറിയ മത്സ്യ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്ന ചില ജന്തുക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് എക്സാമ്പിൾസ് പറയുന്നില്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ എന്താവും? റെഗുലേറ്റർ. ആദ്യം കൺഫേമർ ആയിരിക്കും, പിന്നെ അവ റെഗുലേറ്റർ. മനസ്സിലായി? സോ അങ്ങനെയുള്ള വിളിക്കുന്ന പേരാണ് പാർഷ്യൽ റെഗുലേറ്റേഴ്സ്. പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല. ചില ജന്തുക്കളുടെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിലാണ് അവർ ജീവിക്കുന്ന. ആദ്യ ഘട്ടത്തിൽ ഇങ്ങനെയായിരിക്കും, പിന്നീട് അങ്ങനെയാണ്. അതായത് ജന്തുവായിട്ടില്ല, ചില ജന്തുക്കളുടെയൊക്കെ ജീവിതഘട്ടത്തിൽ അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. സോ there are maybe this type of methods is called partial regulation. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം പരീക്ഷിക്കുന്ന ഒരു ചോദ്യം. areas